ദൈവത്തിന്റെ ബൈബിളിൽ നിന്ന് ഇതറിഞ്ഞുകൊണ്ട്, അതായത് എന്റെ വാക്കുകൾ തോൽവിയടയും, അവന്റേതിനോ തോൽവിയടയാനാകില്ല. അതുകൊണ്ട് യെശയ്യാവിന്റെ പുസ്തകം നിന്നും ഞാൻ ഒരു തിരുവെഴുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇവിടെ ചില തിരുവെഴുത്തുകൾ കുറിച്ചു കൊണ്ടിട്ടുണ്ട്. അതിന്മേൽ ചില വിവരണങ്ങളുമുണ്ട്. കഴിയാവുന്നതിന് പരമാവധി വേഗത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇന്ന് രാത്രിയിൽ അത് കഴിഞ്ഞ ഉടൻ തന്നെ വീണ്ടും രോഗികൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാം യെശയ്യാവ് 45 തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ അവസരത്തെ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഈ യോഗത്തിൽ സഹകരിച്ച എല്ലാ ദൈവബോധക്കാർക്കും നന്ദി പറയാൻ ഞാൻ ഈ അവസരത്തെ എടുക്കുന്നു. സഹോദരൻ ഷോർസ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഇവിടെ പട്ടണത്തിൽ തന്നെ അസംബ്ലീസ് ഗോഡിനെ പ്രതിനിധീകരിക്കുന്നു. സഹോദരൻ ഔട്ട്ല എന്റെ മറ്റു വിലയേറിയ സുഹൃത്താണ്. ജീസസ് നെയിംസ് ചർച്ചിൽ നിന്നാണ്. എന്റെ മറ്റു വിലപ്പെട്ട സഹോദരൻ ഫുള്ളർ ഇൻഡിപെൻഡൻസ് നിന്നുമാണ്. ഈ 3 മനുഷ്യർ മാത്രമല്ല, അവർ ആ വലിയ 3 വലിയ കൂട്ടരെ പ്രതിനിധാനം ചെയ്യുന്നു. എന്നാൽ മുമ്പ് മറ്റു യോഗങ്ങളിൽ വെച്ച് എന്റെ സേവനത്തെ പ്രയോജനപ്പെടുത്തിയവരെല്ലാം അവരെല്ലാവരും സഹകരിച്ച് ഒരുമിച്ച് വന്നിരിക്കുന്നു. ജനങ്ങളും കടന്നു വന്നിരിക്കുന്നു. എന്റെ സഹോദരന്മാരെ, നിങ്ങളിൽപ്പെട്ട അനേകർ രോഗികളും ആവശ്യക്കാരുമാണെങ്കിൽ ഈ സമയത്ത് സഹായമെടുക്കാവുന്നതാണ് എന്ന് ഞാൻ തീർച്ചയായും ആശിക്കുന്നു. അതെങ്ങനെ ചെയ്യണമെന്ന് എന്റെ അറിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചു എന്നെനിക്ക് തീർച്ചയായിരിക്കുകയും പറഞ്ഞിരിക്കുന്നതും ചെയ്തിരിക്കുന്നതുമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് തീർച്ചപ്പെടുത്തും എന്നെനിക്ക് തീർച്ചയുമുണ്ട്. അതിനാൽ നാം ബൈബിളിലേക്ക് നോക്കുന്നേരം ഇപ്പോൾ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. യെശയ്യാവ് 45 22-ാം അധ്യായം തുടങ്ങി, അതല്ല 22-ാം വാക്യം. സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവൻ, ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. എന്നാണ് എന്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എന്റെ വായിൽ നിന്നും നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. തിരുവെഴുത്തുനിന്നും വായിച്ചത് മതിയാവില്ലെന്ന് എനിക്കറിയാം. എന്നാൽ അത് നിത്യമായതിനാൽ അത് പര്യാപ്തമാകുന്നു. ഇത് ദൈവത്തിന്റെ വചനമാകുന്നു. ഇപ്പോൾ ഇതിന് ഏകദേശം 20-30 നിമിഷങ്ങൾക്കായി ഞാനൊരു വിഷയമെന്ന് വിളിച്ചാൽ ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനിങ്ങനെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു. യേശുവിലേക്ക് നോക്കുക. സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കുവിനെന്ന് വർഷങ്ങളോളം കൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിനൊരൽപ്പം തിരിവ് കൊടുക്കാൻ ആഗ്രഹിച്ചിട്ട്, വിശേഷാൽ ലോകവ്യവസ്ഥയുടെ ഓരോ അവസാനത്തിലും എങ്കിലേക്ക് നോക്കുവിൻ. കാരണം ലോകവ്യവസ്ഥ അതിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ അവൻ ഓരോ തവണയും അവനെ സ്വയം വളരെ വാസ്തവമായി പ്രകടമാക്കുന്നു എന്നതിനാലാണ്. സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കുവിൻ എന്നെനിക്ക് പറയാമായിരുന്നു. തിരുവെഴുത്ത് പറയുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ അവസാനങ്ങളിൽ, ഭൂമിയുടെ അവസാനങ്ങളിൽ. അവസാനങ്ങൾ എന്നത് ബഹുവചനമാണ്. ഭൂമിയുടെ അവസാനങ്ങളിൽ. അനേകർ പറയും, അനേക വർഷങ്ങളായി ഞങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, എന്നിലേക്ക് നോക്കുക, എന്നിലേക്ക് നോക്കുക. അതെ, അത് സത്യം തന്നെ. എന്നാൽ ആ കാര്യം, ചോദ്യം, നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾ എന്താണ് കണ്ടത്? എന്നിലേക്ക് നോക്കുക എന്ന് വളരെ നാളുകൾ കൊണ്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ ജനങ്ങൾ പറയുന്നത് നോക്കൂ, നോക്കുക എന്ന വാക്ക് എന്താണ് അർത്ഥമാക്കുന്നത് അവർ പ്രതിപാദിച്ചാൽ ശ്രദ്ധ കൊടുക്കുക, മുകളിലേക്ക് നോക്കുക, അഥവാ അതിലേക്ക് നോക്കുക, അതല്ലെങ്കിൽ വിശദമായി പരതുക എന്നെല്ലാമാകുന്നു. ഇവിടെ ദൈവം പറയുന്നത് എന്നിലേക്ക് നോക്കുക, ഞാനല്ലാതെ വേറൊരു ദൈവമില്ലല്ലോ എന്നാണ്. നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ സമയത്ത് ദൈവത്തെക്കാൾ അധികം യാഥാർത്ഥ്യമായത് എന്തിലേക്കാണ് നമുക്ക് നോക്കാൻ കഴിയുന്നതെന്ന് ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. ദൈവം വചനമാകുന്നു. ആയതിനാൽ നിങ്ങളുടെ ഉത്തരത്തിനു വേണ്ടി ഇന്ന് ദൈവത്തിന്റെ വചനത്തിലേക്ക് നോക്കുവിൻ. ഇന്നേക്കുള്ള ഉത്തരം ബൈബിളാകുന്നു. മറ്റു ദിവസങ്ങളിലും അതിനുള്ളത് അത് തന്നെയായിരുന്നു. അത് എന്നേക്കും അത് തന്നെയായിരിക്കും. കാരണം ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ബൈബിളിന് ഉത്തരമുണ്ട്. കാരണം ബൈബിളിൽ യേശു ക്രിസ്തുവിന് വെളിപ്പാടായി ലോകത്തിന് അടിസ്ഥാനമിട്ടത് മുതൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രവാചകന്മാരുടെ രൂപത്തിലായി അവൻ വെളിപ്പെട്ടുകൊണ്ടിരുന്നു. അവൻ രാജാക്കന്മാരുടെ രൂപത്തിലായി വെളിപ്പെട്ടുകൊണ്ടിരുന്നു. അവൻ ന്യായാധിപന്മാരുടെ രൂപത്തിലായി വെളിപ്പെട്ടുകൊണ്ടിരുന്നു. എന്തുകൊണ്ടെന്നാൽ അതാണവൻ, രാജാവും പ്രവാചകനും ന്യായാധിപനും ദൈവവും. ഇപ്പോൾ അവൻ പറയുന്നു,
എന്നിലേക്ക് നോക്കുക. പിന്നെയും നിങ്ങൾ പറയും, ഞാനത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾ എന്തിലേക്ക് നോക്കുന്നു എന്നതിന്മേൽ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ എന്തിലേക്ക് നോക്കുന്നു എന്നതിൽ നിർണയിച്ചിരിക്കുന്നു. എവിടെ, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അവനിലേക്ക് നോക്കുന്നത്? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നോക്കുന്നത്? നിങ്ങൾ അവനിലേക്ക് നോക്കിയപ്പോൾ അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ നോക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അത് തന്നെയാണ് നിങ്ങൾ കാണുന്നത്. സാധാരണയായി ജനങ്ങൾ ഒരു യോഗത്തിനായി വരുന്നു, മതപരമായ ഒരു കൂടിവരവ്. അവരിൽ കുറച്ചുപേർ ഒരു വലിയ കൂട്ടം ജനം കൂടിയിരിക്കുന്നത് കാണാനായി പോകുന്നു. ചിലർ ഇത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്നാൽ ഇത് സത്യമാണ്. ചിലർ അവർ ധരിച്ചിരിക്കുന്ന അവരുടെ വസ്ത്രം കാണിക്കാനായി ആലയത്തിലേക്ക് പോകുന്നു. ചിലർ ആലയത്തിൽ പോകുന്നതിന്റെ കാരണം എന്താണെന്നാൽ അവർ പറയും, ഇതാണ് പട്ടണത്തിലെ ഏറ്റവും വലിയ സഭ, അതല്ലെങ്കിൽ ഇതിനാണ് ഏറ്റവും നല്ല പേരുള്ളത്. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ആ ആലയത്തിലേക്ക് പോകുന്നു. പിന്നെയോ അത് തെറ്റാണ്. കാരണം സഭ എന്തിനു വേണ്ടി സ്ഥാപിച്ചിരിക്കുന്നു എന്ന ശരിയായ കാര്യത്തിലേക്കല്ല നിങ്ങൾ അതിലേക്ക് നോക്കുന്നത്. ദൈവം പറയുന്നു, എങ്കിലേക്ക് നോക്കുക. അനേക ജനങ്ങൾ ശുശ്രൂഷയ്ക്ക് പോകുന്നത് വെറും കാണാൻ വേണ്ടി മാത്രമാണ്. ചില നേരങ്ങളിൽ ജനങ്ങൾ ശുശ്രൂഷകളിലേക്ക് പോകുമ്പോൾ ഇത് പറയുന്നതും വളരെ മോശമാണ്. ഇതിൽ തന്നെ നമുക്കൊരല്പം കൂടി നീട്ടിക്കൊണ്ടു പോകാനാകും. എന്നാൽ അവർ ആലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവർ അവരുടെ മനസ്സിൽ തീരുമാനമെടുക്കുകയും ഒരു പ്രത്യേക കാര്യമോ അവരുടെ ആശയത്തിനെതിരായി പറയുകയോ ചെയ്യുമെങ്കിൽ അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു. അവർക്കത് കേട്ടിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ അതെന്തായിരിക്കണം എന്ന് അവർക്ക് അവരുടേതായ ആശയം തന്നെയുണ്ട്. ആ കാരണത്താലാണ് യേശു ഭൂമിയിൽ വന്നപ്പോൾ അവനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. അന്നത്തെ അവരുടെ സമ്പ്രദായത്തിലേക്ക് നോക്കുന്നതിന് പകരം അവർ ദൈവവചനത്തിലേക്ക് മാത്രം നോക്കിയിരുന്നു എങ്കിൽ അവൻ ദൈവപുത്രനായിരുന്നു എന്നുള്ള കാര്യം അവർ അറിയുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവന്റെ പൂർണ്ണമായ വരവനെ ബൈബിൾ സ്പഷ്ടമായി പ്രസ്താവിച്ചിരിക്കുകയും അവൻ വചനത്തിന്റെ പൂർണ്ണ വെളിപ്പാടുമായി വരികയും ചെയ്തു. ഓരോ തലമുറയും ആ സമയത്തിനായി അനുവദിച്ചിരുന്ന പൂർണ്ണ വെളിപ്പാടിനാൽ അവനെ വെളിപ്പെടുത്തുന്നു. ഈ തലമുറ തികച്ചും യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തേണ്ടതുണ്ട്. അതവന്റെ വെളിപ്പാടായി വചനത്തിൽ വാഗ്ദത്തം ചെയ്തിരുന്നിട്ട് തികച്ചും ഈ തലമുറയ്ക്കായി വെളിപ്പെടുത്തേണ്ടതുണ്ട്. അത് ചെയ്യുന്നതിനായി ആരെങ്കിലും എഴുന്നേൽക്കുമ്പോൾ സഭകൾ അതിനെ സ്വീകരിച്ചില്ലെങ്കിലോ? കാരണം യോഹന്നാൻ പറഞ്ഞു, ഈ കല്ലുകളിൽ നിന്നും അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. കാരണം ദൈവം പറഞ്ഞിരുന്നത്, ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് അവൻ പൂർണ്ണമായി ഉറച്ചു. നമ്മുടെ പിതാവായ അബ്രഹാം അത് തിരിച്ചറിഞ്ഞിരുന്നു. പ്രത്യാശയ്ക്കെതിരായി അവൻ ആശയോടെ അത് വിശ്വസിച്ചു. ദൈവത്തിന്റെ വാഗ്ദത്തത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. കാരണം ദൈവമാണ് അവന് ആ വാഗ്ദത്തം കൊടുത്തിരുന്നത്. ഈ ദിവസത്തേക്ക് അവൻ നമുക്കൊരു വാഗ്ദത്തം തന്നിരിക്കുന്നു. അവൻ നമുക്കൊരു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അത് അബ്രഹാമിനായിരുന്നിട്ട് വെളിപ്പെടുത്തിയതുപോലെ നമുക്കുള്ള ഇന്നത്തെ വാഗ്ദത്തവും തീർച്ചയാണ്. കാരണം നാം അബ്രഹാമിന് സന്തതികളായി ക്രിസ്തുവിൽ മരിച്ച് അബ്രഹാമിന് സന്തതികളായി തീർന്ന് അവന്റെ വാഗ്ദത്ത പ്രകാരം അവനോട് കൂട്ടവകാശികളുമായി തീർന്നിരിക്കുന്നു. അനേകർ തങ്ങളുടേതായ ആശയങ്ങളുമായി കടന്നു വന്ന് ഒരു പൂർണ്ണ സുവിശേഷ യോഗത്തിലോ മറ്റൊരു യോഗത്തിലോ ഇരുന്നിട്ട് അവരുടേതുമായി യോജിക്കാത്ത എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ ചില നിമിഷങ്ങൾക്കുള്ളിൽ എഴുന്നേറ്റ് പുറത്തു പോകുന്നു. അവർ ഇനിയും അവിടെ ഇരുന്നു കൊണ്ട് കൂടുതലായി ഒന്നും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് കിട്ടിയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ, അതിന്റെ സത്യം എന്താണെന്ന് കാണാനായി അവർ അവിടെ കാത്തിരിക്കുന്നില്ല. ഇപ്പോൾ നാം ചോദിക്കുന്നത്, അത് ആത്മാവാണോ? എവിടെ നിന്നാണ് അത് വന്നത്? അതെപ്പോഴും ഉണ്ടായിരുന്നു. അത് ഉൽപ്പത്തിയിൽ നിന്നും വന്നു. അത് തിരുവെഴുത്തിലുടനീളമുണ്ടായിരുന്നു. അനേക നേരങ്ങളിൽ സ്പഷ്ടമാക്കിയാൽ ഒരിക്കൽ ഒരു കൂട്ടം ജനങ്ങളോട് പൗലോസ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താ, അവൻ ന്യായപ്രമാണത്തെക്കുറിച്ച് സംസാരിച്ച സമയത്തെല്ലാം അവർ അവനെ കേട്ടിരുന്നു. എന്നാൽ അവർ സ്വർഗീയ ദർശനത്തെ വെളിപ്പാടിനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ ഉടൻ തന്നെ കൂടി വന്നവർ മാറ്റപ്പെട്ട് അവർ അലറി വിളിച്ചുകൊണ്ട് എഴുന്നേറ്റു. ആ മനുഷ്യൻ പറഞ്ഞെന്താണെന്ന് അവർ കേട്ടിരുന്നെങ്കിലോ വചനത്താൽ അവൻ ദൈവത്തിന്റെ സത്യത്തെ വെളിപ്പെടുത്തുകയായിരുന്നു. കുറച്ചു മുമ്പ് ഈ അമേരിക്കൻ ഐക്യനാട്ടിലെ ഒരു വലിയ പട്ടണത്തിൽ എന്നെ ഒരു ഉണർവ് യോഗത്തിനായി ക്ഷണിച്ചിരുന്നു. അവിടെ വളരെ കുറച്ച് ജനങ്ങളെ കടന്നു വന്നിരുന്നുള്ളൂ. ഒരുപക്ഷെ മുഴുവൻ യോഗങ്ങളിലും കൂടെ ഇന്ന് രാത്രിയിൽ ഈ കെട്ടിടത്തിൽ ഇരിക്കുന്നതിലും കൂടുതലുണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അതെ, ഞാനൊരു പ്രഭാത ഭക്ഷണം സൗജന്യമായി കൊടുക്കാം. പട്ടണത്തിലെ എല്ലാ ക്രിസ്തീയ സഭയിലെ വിശ്വാസികൾക്കും എനിക്ക് തന്നെ കാണിക്കുന്നതും ഞാൻ പ്രഭാത ഭക്ഷണം സൗജന്യമായി കൊടുക്കും. കടന്നു വരൂ, ഞാൻ അവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇവിടെ ആയിരിക്കുന്ന ഉദ്ദേശം പട്ടണത്തെ സഹായിക്കുന്നതിനും രോഗികളെ സഹായിക്കുന്നതിനും ഓരോ സഭയെയും അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാകുന്നു. അവരോട് കടന്നു വരാൻ പറയൂ. അതെ, ആ രാവിലെ നേരം ആ യോഗത്തിന്റെ വക്താവ് ഡോക്ടർ ലീവേലായിരുന്നു. പ്രഭാത ഭക്ഷണ ശേഷം അദ്ദേഹം എന്നെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തി.
ഞാൻ ഈ വിഷയമെടുത്തു. ഞാൻ സ്വർഗീയ ദർശനങ്ങൾക്ക് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. ഒരു നിമിഷത്തിനുള്ളിൽ ഒരു ദൈവവേലക്കാരൻ തന്റെ വാച്ചിലേക്ക് നോക്കിയിട്ട് മറ്റൊരു വ്യക്തിയുടെ അടുക്കിലേക്ക് പോയി തന്റെ തലയാട്ടിയത് ഞാൻ കണ്ടു. പിന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ഞാൻ ഏകദേശം 6-8 വാക്കുകൾ പറയുമ്പോൾ തന്നെ ആ ദൈവവേലക്കാരുടെ കൂട്ടത്തൊന്നും 3 പുറപ്പെട്ടു പോയി കഴിഞ്ഞിരുന്നു. പൗലോസ് ആയിരുന്നത് പോലെ സ്വർഗീയ ദർശനങ്ങൾക്ക് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. കാരണം ദൈവം അവനെ ആ വേലയ്ക്കായിട്ടാണ് വിളിച്ചിരുന്നത് എന്ന് പൗലോസ് പറഞ്ഞിരുന്നത്. 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞിരിക്കും. ഞാൻ എന്റെ ചിന്തയുടെ അടിവാരം എവിടെ ഇടുന്നു എന്നവർ കണ്ടു. അപ്പോഴേക്കും അവിടെ ആ കൂട്ടരിൽ 3 പോലും ശേഷിച്ചിരുന്നില്ല. ഇപ്പോൾ ഒരു മനുഷ്യനായി യേശു ക്രിസ്തു നാമം എടുക്കുന്നയാളിന് ഒരു ക്രിസ്ത്യാനിയാണെന്നുള്ള പരിഗണന പോലും കൊടുത്തില്ല. ഞാനിത് ബഹുമാനത്തോടെ പറയുകയാണ്. എന്നാൽ ഞാനിത് കുതിർന്നിറങ്ങാനായി പറയുന്നു. അന്ന് രാവിലെ നേരം ഞാൻ സംസാരിച്ച ദൈവവേലക്കാരെക്കാൾ മെച്ചമായൊരു കൂട്ടായ്മയും ആഴമായ മനസ്സിലാക്കലും ആഫ്രിക്കയിലെ ഒരു കൂട്ടം മന്ത്രവാദികളിൽ നിന്നും എനിക്ക് ലഭിച്ചു എന്നതാണ്. അവർ ദൈവവചനത്തിന് അധികം പ്രാധാന്യം നൽകുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അതിന് എന്റെ ഉള്ളിൽ കിടക്കുന്ന പ്രതീക്ഷയെ, നിത്യജീവന പ്രതീക്ഷയെ എനിക്ക് അവർ കൊടുക്കാനായി. അതിനുവേണ്ടിയാണ് ഈ ദൈവവേലക്കാർക്ക് അല്പം പോലും സമയമുണ്ടായിരുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ ധൃതിയിൽ അവർ എഴുന്നേറ്റ് പോകുന്നു. അതുകൊണ്ട് അതിന്റെ രീതി അങ്ങനെയാണ്. അവർ അവരുടെ മനസ്സിനെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ ആ വിധത്തിലേ പോവുകയുള്ളൂ. അവർക്കറിയേണ്ടത് അത് മാത്രമാണ്. അവർ വിശ്വസിക്കുന്ന നിസ്സാര കാര്യത്തിൽ യോജിക്കുന്നില്ലെങ്കിൽ അത് കേൾക്കാനായി അവർക്ക് നിൽക്കാനാകില്ല. ആ കാരണത്താലാണ് യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ ആഗമനത്തിൽ അവർക്ക് അവനെ മനസ്സിലാക്കാനാകാത്തത്. ആ കാരണത്താൽ തന്നെ അവർ അവന്റെ രണ്ടാമത്തേതിൽ വിട്ടുകളയാനായിരിക്കുന്നതും. അവർ അവനെ ഓരോ സമയത്തും വിട്ടുകളയുന്നു. അവർ എപ്പോഴും ചെയ്തിരിക്കുന്നു. അവനെ സ്വയം മോശയിൽ വെളിപ്പെടുത്തി, നോഹയിൽ വെളിപ്പെടുത്തി, അവനെ സ്വയം ഏലിയാവിൽ വെളിപ്പെടുത്തി. എല്ലാ പ്രവാചകന്മാരിലും അവർ അത് ഓരോ സമയത്തും വിട്ടുകളഞ്ഞു. യേശു ചോദിച്ചു, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന ഏത് പ്രവാചകന്മാരുടെ കല്ലറകളെയാണ് നിങ്ങൾ പണിതും അലങ്കരിച്ചു കൊണ്ടിരിക്കാത്തത്? അത് സത്യമാണ്. അതെപ്പോഴും സത്യമായിരുന്നു. അതിപ്പോഴും സത്യമായിരിക്കുന്നു. എന്നിട്ടും ഇപ്പോഴും അതിലെല്ലാറ്റിന്റെ മധ്യത്തിലും സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിവൻ എന്നോ നമ്മോട് കൽപ്പിക്കുന്നു. ചിലപ്പോഴൊക്കെ അവർ കടന്നു വരും. ആ മനുഷ്യൻ നിങ്ങൾ ഏതുതരം വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്നതിൽ ന്യായം വിധിക്കുന്നു. നിങ്ങൾ ദൈവവേലക്കാരുടെ വസ്ത്രം മറ്റും ധരിച്ചിട്ടില്ല എങ്കിൽ അപ്പോൾ തന്നെ അത് വിട്ടുപോകും. അവർക്ക് നിങ്ങളുമായി ഒന്നും തന്നെ ചെയ്യാനില്ല. ചില നേരങ്ങളിൽ നിങ്ങൾക്ക് ഏത് വിധത്തിലെ വിദ്യാഭ്യാസമാണുള്ളതെന്ന് അവർ നോക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ശരിക്കും നിൽക്കുമെങ്കിൽ നിങ്ങളുടെ നാമങ്ങളും സർവനാമങ്ങളും നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ ശരിയായി ഉച്ചരിക്കുന്നു എന്ന് നോക്കും. തുറന്നു പറയുകയാണെങ്കിൽ നാമം എന്താണെന്നും സർവനാമം എന്താണെന്നും എനിക്കറിയില്ല. എനിക്കത് നിങ്ങളോട് പറയാനാകില്ല. അതിനാൽ അതെന്നെ സംബന്ധിച്ചിടത്തോളം പുറത്തായിട്ട് എനിക്കതറിയില്ല. എനിക്ക് നാമത്തിന്റെയും സർവനാമത്തിന്റെയും വ്യത്യാസം എന്താണെന്ന് പറയാനറിയില്ല. സ്കൂളിലായിരുന്നപ്പോൾ ഞാനത് ചെയ്തിരുന്നു. എന്നാൽ അത് വളരെ പണ്ടായിരുന്നതിനാൽ ഞാനത് മറന്നുപോയി. എനിക്കൊരു കാര്യം മാത്രമേ അറിയൂ. അതിനെക്കുറിച്ച് എങ്ങനെയാണ് എല്ലാമായിട്ട് എനിക്ക് പറയാൻ അറിയുന്നെന്നാൽ യേശു ക്രിസ്തു അവന്റെ പുനരുത്ഥാന ശക്തിയിലാകുന്നു എന്ന് മാത്രം. സർവനാമങ്ങളുടെയും നാമവിശേഷണങ്ങളെയും പറ്റി എനിക്കൊന്നും അറിയില്ല. അവനെ അറിയുക, അതിനുവേണ്ടിയാണ് ഇപ്രകാരമുള്ള യോഗങ്ങളിൽ നാം എല്ലാവരും കൂടി വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. നാമങ്ങളും സർവനാമങ്ങളും അറിയാനായിട്ടല്ല, യേശു ക്രിസ്തുവിനെ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ അറിയുക. ഇപ്പോൾ കുറെ ജനങ്ങൾ അവർ യേശുവിനെ നോക്കുമ്പോൾ അവർ നോക്കിയവനെ കാണുന്നു, നോക്കും, പിന്നെയും അവർ നോക്കും, പിന്നെ അവർ അവനെ കാണും ഓരോ സഭയുടെ സ്ഥാപകനായിട്ട് മാത്രം, അഥവാ ഒരു സഭയുടെ സംഘാടകനായി, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു സഭയ്ക്ക് വേണ്ടി ഒരു മതപ്രമാണമായി അവരവനെ കാണുന്നു. അത് കാണാനായിട്ടാണ് അനേക ജനങ്ങൾ യേശുവിലേക്ക് നോക്കുന്നത്. അവനെ ഒരു പഴയ ഉപദേശത്തോടൊപ്പം ഒരു പുതിയ മതപ്രമാണം കൂട്ടിച്ചേർത്തവനായി കാണുന്നു. ഇപ്പോൾ അനേക ജനങ്ങൾ അവനെ നോക്കി അങ്ങനെയാണ് കാണുന്നത്. ചിലർ അവനെ നോക്കുമ്പോൾ ഒരു കെട്ടുകഥയായി, സാന്താക്ലൗസായി കാണുന്നു. അതല്ലെങ്കിൽ അവരവനിലേക്ക് നോക്കുമ്പോൾ ദൈവം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്ന ചരിത്രപരമായ പ്രവൃത്തിയെ പോലെ കാണുന്നു. അവരിൽ ചിലർ ഇപ്പോഴും പശുത്തൊഴുത്തിലെ ഒരു കുഞ്ഞായി കാണുന്നു. എന്നാൽ ചോദ്യം, അവനിലേക്ക് നോക്കിയപ്പോൾ നിങ്ങൾ കണ്ടതെന്താണ്? നിങ്ങൾ ത്രിത്വത്തിലെ രണ്ടാമനായിട്ടാണോ കണ്ടത്, അതോ നിങ്ങൾ ത്രിത്വമായിട്ട് കണ്ടോ? 3-1. നിങ്ങൾ വചനത്തിലൂടെ നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അവനെ കാണാനാകൂ. നിങ്ങൾക്കത് അറിയാനാകുന്ന ഏക വഴി അത് മാത്രമാണ്. കാരണം അവൻ വചനമാകുന്നു. അത് സ്വയം വെളിപ്പെടുത്തും.
അത് നിങ്ങൾ എന്തിനു വേണ്ടി നോക്കുന്നു എന്നതിൽ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ അവനെ നോക്കുമ്പോൾ തർക്കിച്ചാൽ പിന്നെ നിങ്ങൾ തെറ്റായി നോക്കുന്നു. അവൻ തർക്കിക്കില്ല. അവനോട് തർക്കിക്കാനായിട്ട് അത് സാധിക്കുകയില്ല. ഓർക്കൂ, നിങ്ങൾ അവനെ നോക്കുമ്പോൾ അവന്റെ വചനത്തിലൂടെ നോക്കിയാൽ അവനെ കാണുകയും അവനെ തിരിച്ചറിയുകയും ചെയ്യും. ഇപ്പോൾ ആ സത്യത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ തുറക്കുവോളം നിങ്ങൾക്ക് അവനെ കാണാനാകില്ല. രണ്ട് മനുഷ്യർക്ക് ഒരേ വചനത്തിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ വിയോജിക്കാനാകും. അവരിൽ ഒരാൾക്ക് ശരിയായത് കിട്ടുന്നു, മറ്റേയാൾക്ക് തെറ്റായും കിട്ടുന്നു. ചില നേരങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കും. ചിലർ ആ കാര്യങ്ങളെ കാണുന്നു എന്ന് പറയുകയും മറ്റു ചിലർക്ക് അതിനെക്കുറിച്ചൊന്നും കാണാനും കഴിയുന്നില്ല. ദോഥാനിലേക്ക് നോക്കൂ. ആ ദിവസം എലീശ അരാമ്യ സൈന്യത്താൽ ചുറ്റപ്പെട്ടിരുന്നു. അപ്പോൾ അവന്റെ വിശ്വസ്ത ദാസനായ ഗേഹസി അവനോടൊപ്പം താമസിച്ചിരുന്നു. അവനായി കാത്തിരുന്നിരുന്നു. അവനായി ഭക്ഷണം പാകം ചെയ്തിരുന്നു. അവന്റെ വസ്ത്രങ്ങൾ അലക്കിയിരുന്നു. അവന് കൈ കഴുകാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു. രാത്രിയും പകലും അവൻ ഉപദേശിക്കുന്നതും പ്രസംഗിക്കുന്നതും കേൾക്കാൻ എപ്പോഴും അവനോടൊപ്പം ഉണ്ടായിരുന്നു. ആ പ്രഭാതത്തിൽ അവൻ ഉണർന്നപ്പോൾ അവൻ പുറത്തേക്ക് നോക്കി. അരാമ്യ സൈന്യം എല്ലായിടത്തും ചുറ്റി വളഞ്ഞിരിക്കുന്നത് കണ്ടു. അവൻ പറഞ്ഞു, എന്റെ പിതാവേ, കഷ്ടം! നമ്മുടെ മുന്നിലുള്ള എതിരാളികളെ കാണൂ. അരാമ്യ സൈന്യം മുഴുവനുമായിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, എലീശ അവൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഗേഹസി കാണാത്ത ചിലത് കണ്ടു. അതിനാൽ അവൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ ചെറുപ്പക്കാരന്റെ കണ്ണുകളെ തുറക്കണമേ. ഇപ്പോൾ അവന്റെ കണ്ണുകൾ നന്നേ തുറന്നിരുന്നു. എന്നിട്ടും അവൻ പറയുകയാണ്, അവൻ കാണത്തക്കവണ്ണം അവന്റെ കണ്ണുകൾ തുറക്കണമേ. മാത്രമല്ല, അവന്റെ കണ്ണുകൾ ആത്മീയമായി തുറന്നു വന്നപ്പോൾ ആ പ്രവാചകന് ചുറ്റും പർവ്വതത്തിൽ മുഴുവനും അഗ്രഥങ്ങളും ദൂതന്മാർ നിൽക്കുന്നത് കണ്ടു. നോക്കൂ, അവന്റെ കണ്ണുകൾ തുറന്നു വന്നപ്പോൾ അത് വ്യത്യസ്തമായിരുന്നു. ജനങ്ങൾ യഥാർത്ഥത്തിൽ നോക്കുന്നത് വചനത്തിലേക്ക് തന്നെയാണ്. ആ വിധത്തിൽ തന്നെ നിങ്ങൾ നോക്കിയിരിക്കണം. എന്നാൽ അത് അക്ഷരാർത്ഥത്തിലും ആത്മീയമായും രണ്ടിലും സ്വയം പ്രസിദ്ധമാക്കുന്നു. ആത്മാവ് വചനത്തെ വാഗ്ദാനത്തിലേക്ക് ജീവിപ്പിക്കുന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അതൊരു വിത്തായി ആത്മാവ് അതിന് ജീവൻ നൽകുന്നു. അത് തൈലാഭിഷേകം ചെയ്തിട്ട് അതിന് മുന്നോട്ട് പോകാനായി അതിനത് കൊടുത്തിട്ട് മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്ന വിത്തിന് മഴ നൽകുന്നത് പോലെയാകുന്നു. അത് ജീവനെ പൊട്ടിമുളപ്പിക്കുന്നു. സമയത്തിന്റെ വാഗ്ദത്ത വചനമായി നിങ്ങൾ യേശുവിലേക്ക് നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്കത് വെളിപ്പെട്ടു വരും. നിങ്ങൾ അവനെ നോക്കിയാൽ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ക്രിസ്തു തന്നെ എന്നു കാണും. ഉൽപ്പത്തി തുടങ്ങി ഓരോ തലമുറയ്ക്കും ദൈവവചനത്തിന്റെ ഓഹരി പകുത്തു കൊടുത്തിരുന്നതായി കാണാം. ദൈവം എല്ലായ്പ്പോഴും ആരെങ്കിലും അയക്കുന്നു. സാധാരണയായി സഭാധികാരികൾ അതൊരു സമ്പ്രദായവും അങ്ങനെയുള്ളതുമായി തീരുവോളം അതിനത്രയേറെ കൂട്ടിക്കുഴയ്ക്കുന്നു. അത് ദൈവം ഒരു പ്രവാചകൻ അയക്കുമ്പോഴും യേശുവിനെ അയച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. കർത്താവിന്റെ വചനം പ്രവാചകന്മാരുടെ അടുക്കൽ വരുന്നു. അവൻ അതിനെ വെളിപ്പെടുത്തുന്നു. കല്ലെറിഞ്ഞു കൊല്ലുകയോ പുറത്താക്കി കളയുകയോ തൊഴിച്ചു പുറത്താക്കുകയോ ചെയ്യുന്നു. അതിനുശേഷം അവൻ പോയി അല്പം കഴിയുമ്പോൾ അവർ അവന്റെ കല്ലറ പണിയുകയും അവനൊരു മഹാനായ മനുഷ്യനായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അവൻ അവിടെ പുറകിലായി നിഴൽ അവർ ആയിരിക്കുകയും ആ ദിവസത്തിനായി പൊയ്ക്കൊണ്ടിരുന്ന വചനത്തെ അവർ നിരസിച്ചു കളയുകയും ചെയ്യുന്നു. അത് മനുഷ്യനെ പോലെയാണ്. ദൈവം എത്ര മഹാനാണെന്നും അവൻ എന്തെല്ലാം ചെയ്തിരിക്കുന്നു എന്നും എന്ത് ചെയ്യാൻ പോകുന്നു എന്നും അവനെപ്പോഴും പറയുകയും അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കാണാൻ കഴിയുന്നതുമില്ല. കാണുന്നു, അവൻ ചരിത്രപ്രകാരം നോക്കുന്നു. അവനായി പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് നോക്കുന്നു. എന്നാൽ അവൻ അന്ന് ചെയ്തിരുന്നത് പോലെ തന്നെ ഇന്നും അതേ വിധത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് മറന്നുപോകുന്നു. എന്നിട്ടും അത് മനുഷ്യനിലുണ്ട്. നാം കാണുന്നത് ശിഷ്യന്മാർ ഒരിക്കൽ അതിനുശേഷം അത് ആദ്യ ഈസ്റ്റർ പ്രഭാതമായിരുന്നു. എന്തൊരു പ്രഭാതം! യേശു മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേറ്റ് പുഷ്പങ്ങൾക്കിടയിലൂടെ നടക്കുന്നു. രണ്ടു സ്നേഹിതന്മാർ, ക്ലേപ്പാവും അവന്റെ ഒരു സുഹൃത്തും എമ്മാവൂസിലേക്കുള്ള വഴിയിലായിരുന്നു. അവർ സംസാരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ അവരുടെ ഹൃദയത്തിൽ വിഷാദിച്ചിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ കുറ്റിച്ചെടികൾക്കിടയിൽ നിന്ന് പുറത്തു വന്നിട്ട് ആ ദിവസത്തിൽ ശേഷിച്ചിരുന്ന ദിവസം മുഴുവനും ക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്നു. സന്ധ്യാസമയം അവർ അവനോട് ചോദിച്ചു. അവരെ കടന്നു പോകുന്നത് പോലെ അവൻ ഭാവിക്കുമ്പോൾ അവനോട് അകത്തു വരാനായി അവർ പറയുന്നു. അവൻ അകത്തു കടക്കുന്നു. അവൻ അകത്ത് കടക്കുക മാത്രമല്ല, അവന്റെ ക്രൂശീകരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും മുമ്പേ ചെയ്തിരുന്ന എന്തോ ഒരു കാര്യവും കൂടെ അവൻ അവിടെ ചെയ്യുന്നു. അവന്റെ ക്രൂശീകരണത്തിന് മുമ്പ് അവൻ ചെയ്തിരുന്ന അതേ വിധത്തിൽ തന്നെ അത് ചെയ്യുന്നത് അവർ കണ്ടു. ദിവസം മുഴുവനും അവൻ അവരോടൊപ്പം ആയിരുന്നിട്ടും അവൻ ആരായിരുന്നു എന്ന് തിരിച്ചറിയാനാകാതെ ആ സമയത്ത് അത് അവനായിരുന്നു എന്നവർ തിരിച്ചറിഞ്ഞു.
അവന്റെ വചനം വായിക്കുകയും ക്രിസ്തുവിനോടൊപ്പം നടക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠ മനുഷ്യന്, നല്ല മനുഷ്യന്, ബൈബിളിലെ ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിലും നിറവേറാനുണ്ടെന്ന് തിരിച്ചറിയാതിരിക്കാൻ സാധ്യതയുണ്ട്. ആ മണിക്കൂറിലാണ് നാം ജീവിക്കുന്നത്. ആ കാര്യങ്ങൾ തികച്ചും സംഭവിക്കേണ്ടതിന് സമയമെടുത്തിരിക്കുന്നു. അത് എഴുതിയിരിക്കുന്നു. ദൈവം അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനാൽ നിറവേറിയിരിക്കണം. അതെ, ആ വചനം കാണാനായി നമ്മുടെ കണ്ണുകൾ തുറന്നു വരേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആ വചനത്തിലേക്ക് നോക്കി മശിഹ വരുന്നു എന്നുള്ള ആ വചനം പരീക്ഷന്മാർക്ക് വളരെ കൃത്യമായി അറിയാമായിരുന്നു. അവർ ശരിയായിരുന്നു എന്നവർ വിശ്വസിച്ചിരുന്നു. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു എന്ന് അവരോട് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇതാ അവൻ അവരുടെ ഇടയിൽ നടക്കുമ്പോൾ അവർ അവനെ കുറ്റം വിധിക്കുന്നു. തിരുവെഴുത്തുകളെ ശോധന ചെയ്യുവൻ അവർ പറഞ്ഞു, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ. അവൻ പറഞ്ഞു, നിങ്ങൾ മോശയുടെ ശിഷ്യന്മാരായിരുന്നു എങ്കിൽ നിങ്ങൾ എന്നെയും അറിയുമായിരുന്നു, കാരണം മോശെ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. പിന്നെ അവൻ പറഞ്ഞു, മോശെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നെ പോലെ ഒരു പ്രവാചകനെ, ന്യായപ്രമാണം നൽകുന്നവനെ, ഒരു പ്രവാചകനെ, അങ്ങനെയും മറ്റുമായ ഒരുവനെ ഉയർത്തും. ജനങ്ങളെല്ലാം അവനെ കേൾക്കണം. നോക്കൂ, അവർ മോശയുടെ എഴുത്തറിഞ്ഞിരുന്നു എങ്കിൽ അവർ അവനെയും അറിയുമായിരുന്നു. മോശയുടെ എഴുത്ത് അവർക്കറിയാം എന്നവർ ചിന്തിച്ചിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, അവർക്കത് അറിയില്ലായിരുന്നു. നോക്കൂ, അവർ ആ സത്യത്തിൽ നിന്നും അന്ധരാക്കപ്പെട്ടിരുന്നു. അവനെ കുറിച്ച് അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ മാത്രം. അതിനാൽ അവർ എന്തു ചെയ്യുമായിരുന്നു? പൊട്ടിമുളച്ചു വന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യന് ഭൂതം ബാധിച്ചിരിക്കുന്നു, ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. അവൻ ഏത് പള്ളിക്കൂടത്തിൽ നിന്ന് വന്നത്? അവനെ കുറിച്ചുള്ള ഒരു രേഖയും ഞങ്ങളുടെ പക്കലില്ല. അവൻ ആരുടെ കൂട്ടായ്മ പിടിക്കാൻ പോകുന്നുവെന്ന് ആശ്ചര്യപ്പെടുന്നില്ലേ? അതല്ലെങ്കിൽ അത്തരത്തിലെ ചോദ്യങ്ങളിൽ ഒന്നുണ്ടായിരിക്കും. എന്നാൽ ദൈവം വാഗ്ദത്തം ചെയ്തിരുന്ന വചനം നേരെ അവരുടെ മുന്നിൽ യേശുക്രിസ്തു എന്ന വ്യക്തിയിലൂടെ സമർപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ ആ സമയത്തെ വെളിച്ചമായിരുന്നു. അത് കാണുന്നതിൽ അവർ പരാജയപ്പെട്ടു പോയി. അകത്തേക്ക് കടന്നു വരുന്ന ജനങ്ങൾക്കുള്ള വെളിച്ചം അവനായിരുന്നു. മാത്രമല്ല, ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ വെളിച്ചം സൃഷ്ടിക്കാനാകൂ. ദൈവത്തിന്റെ വചനം മാത്രമേ വെളിച്ചം സൃഷ്ടിക്കുന്നുള്ളൂ. ദൈവത്തിന്റെ വചനം സൂര്യ വെളിച്ചത്തെ സൃഷ്ടിക്കുന്നു. ദൈവത്തിന്റെ വചനം ഭൂമിയെ സൃഷ്ടിക്കുന്നു. ദൈവത്തിന്റെ വചനം വായുവിനെ സൃഷ്ടിക്കുന്നു. സകലതും ദൈവത്തിന്റെ വചനം പ്രത്യക്ഷമാക്കുന്നതായി, സകലതും അത് ഉളവാക്കുന്നതിനായി ഒരു വാസ്തവികത ഉണ്ടായിരുന്നു. അവൻ ഇവിടെ ആയിരുന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ദൈവമാകുന്നു, ഞാനല്ലാതെ വേറൊരുത്തനുമില്ല. ചിലർ നോക്കിയിരുന്ന ചിലരെ നമുക്കെടുക്കാം. ഒരിക്കൽ യെശയ്യാവ്, ഒരു ചെറുപ്പക്കാരനായ പ്രവാചകൻ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ ഫിനിക്സിലായിരുന്നപ്പോൾ വാണിജ്യക്കാരോട് ഞാൻ അവനെ കുറിച്ച് സംസാരിച്ചിരുന്നു എന്ന് കരുതുന്നു. ഉസിയ രാജാവിന്റെ മേൽ അവൻ അത്രമാത്രം കഠിനമായി ചാരിയിരുന്നിരിക്കുകയും ഉസിയ സകലത്തിനും വളരെ ഊതി വീർപ്പിച്ചിട്ട് അവൻ കുറ്റം ബാധിച്ച് മരിക്കുകയായിരുന്നു എന്ന് നാം കണ്ടു. അതിനുശേഷം യെശയ്യാവിന് ആലയത്തിലേക്ക് പോകേണ്ടി വന്നു. അവനൊരു പാപിയാണെന്ന് ഏറ്റുപറഞ്ഞു. അപ്പോൾ സറാഫുകൾ അവയുടെ പവിത്ര മുഖവും കാലുകളും മറച്ചുകൊണ്ട് ചിറകുകളാൽ പറക്കുമ്പോൾ കർത്താവാം ദൈവം പരിശുദ്ധൻ എന്നാർപ്പെട്ടുകൊണ്ട് വരുന്നത് അവൻ കണ്ടു. അവൻ യേശു ക്രിസ്തുവിന്റെ ഒരു അപൂർണ ദർശനം കണ്ടപ്പോൾ അവൻ എന്തു കണ്ടു എന്നത് ഇവിടെയാണ്. അവൻ സാധാരണ മനുഷ്യനല്ല കണ്ടത്, അവനൊരു തത്വജ്ഞാനിയല്ല കണ്ടത്. ഒരു സർവേയിൽ ഇന്നത്തെ നമ്മുടെ വളരെയേറെ പ്രൊട്ടസ്റ്റന്റ് സഭകളും 68-86% കരുതുന്നു, വിശ്വസിക്കുന്നു, തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് കാണുന്നു. അവർ നമ്മുടെ പെന്തക്കോസ്ത് പ്രാസംഗികർ യേശു ക്രിസ്തുവിന്റെ കന്യകാജനനം നിരസിക്കുന്നു. അത് ശരിയാണ്. ഇതെല്ലാം സ്ഥിതിവിവര പട്ടികയ്ക്ക് പുറമെയുള്ളതാണ്. ശരിക്കും അവർ കന്യകാജനനത്തെ നിരസിക്കുന്നു. അത് വാസ്തവമായും ഒരു കന്യകയായിരുന്നു എന്നവർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ തന്നെ പിന്നെ യെശയ്യാവ് അങ്ങനെയുള്ള എന്തിനെങ്കിലും അല്ല കണ്ടത്. അവരിൽ ചിലർ അവർ പറയും അവനോട് നല്ല മനുഷ്യനായിരുന്നു. അവരിൽ ചിലർ ഇന്നത്തെ നമ്മുടെ ഭാഗ്യസഭയിൽപ്പെട്ടവർ പറയുന്നത് പോലെ പറയും അവനോട് നല്ല മനുഷ്യനാണ്, തീർച്ച, അവനിൽ ഒരു കുറ്റവുമില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അവന്റെ വാക്കുകൾ ഇന്ന് വിശ്വസിക്കാനോ അംഗീകരിക്കാനോ കഴിയുന്നതല്ല. അതെ, ഏതൊരു വിശ്വാസവും ഏതൊരു മതവിശ്വാസവും ദൈവവചനത്തിന് വെളിയിൽ സ്ഥാപിതമായിരിക്കുന്നു എങ്കിൽ അതിനെ തനിയെ വിട്ടയക്കുക. യേശു പറഞ്ഞു, സകല മനുഷ്യരുടെ വാക്ക് തോൽവിയടയും, എന്നാൽ എന്റേത് തോൽവിയടയില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനത്തിനോ നീക്കം വരികയില്ല. ആകയാൽ അതുകൊണ്ട് ഏതൊരു മതപ്രമാണമോ അതല്ല എന്തായാലും ശരി, ഈ ദൈവത്തിന്റെ വചനത്തിന്മേൽ, ദൈവത്തിന്റെ സകല വചനത്തിന്മേലും സ്ഥാപിക്കപ്പെടുന്നില്ല എങ്കിൽ, യേശു പറഞ്ഞു, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല
ഓരോ വചനം കൊണ്ടും ജീവിക്കുന്നു. ഇവിടെയുള്ള ഒരു വാക്കും അവിടെയുള്ള ഒരു വാക്കും ഇവിടെയും അവിടെയും നിന്ന് കുറിച്ചെടുത്ത് അതിനെ ഒരുമിച്ചാക്കി. എന്നാൽ ദൈവത്തിന്റെ വായിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ഓരോ വാക്കുകൊണ്ടും, ബൈബിളിലെ ഓരോ വാക്കും മനുഷ്യനെടുത്തിരിക്കണം. അതിനെ ഒരുമിച്ച് കൂട്ടിയിണക്കി. അത് ആദ്യം തന്നെ കൂട്ടിയിണക്കപ്പെട്ടിരിക്കുന്നു. അത് വായിക്കുക, അത് വിശ്വസിക്കുക, അതിന്മേൽ പ്രവർത്തിക്കുക. ദൈവം അതിനെ മാനിക്കും. ഇപ്പോൾ യെശയ്യാവ് നോക്കിയപ്പോൾ അവൻ കാണുന്നത് നാം കണ്ടു. യെശയ്യാവേ, നീ എന്ത് കാണുന്നു? അവൻ അത്ഭുത മന്ത്രി, സമാധാന പ്രഭു, വീരനാം ദൈവം, നിത്യപിതാവ് എന്ന് വിളിക്കുന്ന ഒരുവനെ കാണുന്നു. അതിലേക്കാണ് അവൻ നോക്കിയത്. ഞാൻ മറ്റൊരു മനുഷ്യനായ ദാനിയേലിനെ വിളിക്കുകയാണെങ്കിൽ ഒരിക്കൽ നിനക്ക് അവനെ കാണാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നു. ഒരു മഹാൻ പ്രവാചകൻ. നീ എന്ത് കാണുന്നു? അവൻ പറഞ്ഞു, ഞാനൊരു കല്ല് കാണുന്നു. അത് കൈ തൊടാതെ പർവ്വതത്തിൽ നിന്നും വെട്ടിയെടുത്ത് അത് ലോകരാഷ്ട്രങ്ങളുടെ മേൽ ഉരുണ്ടു വീണ് അവയെ കഷ്ണങ്ങളാക്കി മുറിച്ചു കളയുന്നു. അപ്പോൾ അവയെല്ലാം വേനൽക്കാലത്തെ ചപ്പു ചവറിന്റെ പൊടി പോലെയായി എവിടേക്കോ പറന്നു പോകുന്നു. പിന്നെ ആ കല്ല് വളർന്ന് ഒരു വലിയ പർവ്വതമായി ഭൂതലം മുഴുവനും നിറയുന്നു. അതിനെക്കുറിച്ച് അതാണ് അവൻ പറഞ്ഞത്. ആകയാൽ ഏതെങ്കിലും ഒരു നാൾ അവൻ ലോകത്തെ ഭരിക്കും. ജനങ്ങൾ ഇന്ന് ലോകത്തെ ഭരിക്കാനുള്ള ഒരാളിനായി പ്രയാസപ്പെടുന്നു. ഓരോ രാജ്യവും അവരുടെ ഭാഷ ആഗ്രഹിക്കുന്നു, അവരുടെ ചിന്താഗതികൾ. ഓരോ വിഭാഗസഭയും ഒന്നിൽ നിന്ന് അവരെ മറ്റേതിലേക്ക് ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരുവൻ വരുന്നു, അത് യേശു ക്രിസ്തുവായിരിക്കും. അവൻ ലോകത്തിന്റെ ഭരണകർത്താവായിരിക്കും. അവൻ സ്വയം ദൈവത്തിൽ കുറഞ്ഞൊന്നുമായിരിക്കില്ല. നെബൂഖദ്നേസർ ഒരു നാളൊരു മോശമായ കാര്യം ചെയ്തു. അവൻ 3 വിശ്വാസി കുഞ്ഞുങ്ങളെ എരിയുന്ന തീച്ചൂളയിലിട്ടു. അവർക്ക് അവിടെ എന്ത് സംഭവിക്കുന്നു എന്നറിയാനായി അവൻ അതിന്റെ വാതിൽ തുറന്നപ്പോൾ ആ തീച്ചൂളയുടെ ഉള്ളിൽ അവന് 4മതൊരുവനെ കാണാനായി. നെബൂഖദ്നേസറെ, നീ നോക്കിയപ്പോൾ കണ്ടതെന്താണ്? അവൻ പറഞ്ഞു, അവൻ ദൈവപുത്രനെ പോലെ കാണുന്നു. അതാണ് അവൻ ചെയ്തു പോയ ഒരു അപരാധത്തിലേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ടത്. അവിടെ ദൈവപുത്രനെ പോലെയുള്ള ഒരുവനെ കാണാൻ കഴിഞ്ഞു. യെസക്കിയേൽ ഒരു ദിവസം ഒരു നോട്ടമെടുത്തു. അവൻ പറഞ്ഞു, ഞാനും അവനെ കാണുന്നു. അവനൊരു ചക്രത്തിന് നടുവിൽ ഒരു ചക്രമായി ആകാശമധ്യേ ചുറ്റിത്തിരിയുന്നു. അങ്ങനെയാണ് യെസക്കിയേലിന് അവൻ കാണപ്പെട്ടത്. യോഹന്നാൻ പ്രവാചകന്മാരിൽ ഏറ്റവും വലിയവൻ. യേശുവിനെ പരിചയപ്പെടുത്തിയത് അവനായിരുന്നു. അവൻ സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ ഏറ്റവും വലിയവനായിരുന്നു എന്ന് യേശു പറഞ്ഞു. അതെന്തുകൊണ്ടായിരുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരെല്ലാം അവനെ കുറിച്ച് പറഞ്ഞിരുന്നു. കർത്താവിന്റെ വചനം പ്രവാചകന്മാരുടെ അടുക്കൽ വരുന്നു. അതാണ് ബൈബിൾ പറയുന്നത്. മാത്രമല്ല, മറ്റെല്ലാ പ്രവാചകന്മാർക്കും അത് ദർശനങ്ങളിൽ കൂടി കടന്നു വരുന്നു. എന്നാൽ വചനം യോഹന്നാന്റെ അടുക്കൽ വന്നപ്പോൾ അത് ജഡമായാണ് വന്നത്. യേശു വചനമായിരുന്നു. അവൻ വചനമാകുന്നു. അവൻ എല്ലായ്പ്പോഴും വചനമായിരുന്നു. എന്നാൽ ഇവിടെ ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തപ്പോഴാണ് ദൈവത്തിന്റെ സമ്പൂർണതയിലായിരുന്നത്. അവൻ അവന്റെ അടുക്കൽ വെള്ളത്തിലേക്ക് വരുമ്പോൾ അവൻ ഒരു പ്രവാചകനായിരുന്നു. വചനം ജഡമായി തീർന്നു എങ്കിൽ അത് ആ പ്രവാചകനടുക്കലേക്ക് തന്നെ വരണം. വചനം അതെന്തായാലും ശരി, അത് തികച്ചും പ്രവാചകനടുക്കൽ വരേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ വചനം വരേണ്ടത് പ്രവാചകനടുക്കലാകുന്നു. യോഹന്നാൻ ആ ദിവസത്തിലെ പ്രവാചകനായിരുന്നു. വചനം അവന്റെ അടുക്കൽ വന്നപ്പോൾ വെള്ളത്തിലേക്ക് നടന്നു വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നാൽ സ്നാനമേൽക്കണം. അപ്പോൾ യോഹന്നാൻ പറഞ്ഞു, നിന്നാൽ സ്നാനമേൽക്കാൻ എനിക്ക് ആവശ്യം. പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ? അവൻ പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്നുത്തരം പറഞ്ഞു. യോഹന്നാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യേശുവിനോട് യോഹന്നാൻ അത് പറഞ്ഞത് എന്തുകൊണ്ടെന്നാൽ അത് അവർക്ക് ഉചിതമായിരുന്നു. അവരായിരുന്നിട്ട് പ്രവാചകനും വചനവും അവിടെയായിരുന്നു. വചനം പ്രവാചകനടുക്കൽ വരണം. ഇപ്പോൾ സകല നീതിയും നിവൃത്തിയാക്കുന്നത് അവർക്ക് ഉചിതമായ കാര്യമായിരുന്നു. സംഭവിച്ചത് എന്താണ്? പിന്നെ യോഹന്നാൻ യേശുവിനെ സ്നാനം കഴിപ്പിച്ചു. കാരണം ബലിയെ സമർപ്പിക്കും മുമ്പായി കഴുകിയിരിക്കണം എന്ന് യോഹന്നാൻ ഒരു പ്രവാചകനായിരുന്നതിനാൽ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തി. യോഹന്നാൻ നോക്കിയപ്പോൾ അവൻ കണ്ടു അത് യേശുവായിരുന്നു എന്നവൻ അറിഞ്ഞത് എങ്ങനെയാണ്? അവൻ ഒരു പ്രാവിനെ കണ്ടു. അതവനോട് ദൈവത്തിന്റെ ആത്മാവിനാൽ പറഞ്ഞിരുന്നു, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങി വരികയും തുടർന്നുമായിരിക്കുകയും ചെയ്യുന്നതായി നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും അഭിഷേകം ചെയ്യുന്നവൻ. നോഹ നോക്കി. ഇവിടെ നാം കാണുന്നത് അവിടെ നോഹ എന്ന പേരോടുകൂടിയ മറ്റൊരു മനുഷ്യൻ നോക്കുന്നു. അവൻ നോക്കി ദൈവത്തിന്റെ നീതി മേൽ വരുന്നത് കണ്ടു. സ്പഷ്ടമാക്കിയാൽ വചനത്തെ നിരസിച്ചു കളഞ്ഞ ഒരു ദുഷ്ട തലമുറയുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വരാൻ പോകുന്നത് കണ്ടു.
അവന്റെ ദർശനപ്രകാരം നോഹ ഒരു പ്രവാചകനായിരിക്കെ എപ്രകാരം പെട്ടകം പണിയണമെന്ന് ദൈവം അവന് ദർശനം കൊടുത്തിരിക്കുകയും അതിന്റെ നിർമ്മാണം എങ്ങനെ നടത്തണമെന്നും അത് തികച്ചും എങ്ങനെ പണിയണമെന്നുള്ള ഒരു നിർദ്ദേശവും കൊടുത്തിരുന്നു. ഇതിൽ നോഹയ്ക്ക് എങ്ങനെ ഈ ദർശനം ദൈവത്തിന്റെ വചനമല്ലാതിരുന്നു എങ്കിൽ അവൻ ഈ ക്രോധം കണ്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു മാർഗം എങ്ങനെ ഉണ്ടാക്കുമായിരുന്നു? സദാ സമയത്തും വരാൻ പോകുന്ന ന്യായവിധിക്ക് മുമ്പേ ഒരു തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. അത് എല്ലായ്പ്പോഴും ദൈവത്തിന്റെ വചനമായിരുന്നു. തന്റെ ദർശനം സത്യമാണെന്ന് പ്രമാണിക്കുന്നതിനായി അവൻ അതിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവവചനത്തെ ഒരുമിച്ച് പണിതുകൊണ്ടിരിക്കുമ്പോൾ പരിഹാസികൾ അവനെ പരിഹസിക്കുകയും അങ്ങനെയും മറ്റും ചെയ്തിരുന്നു. എന്നാൽ നോഹ മുകളിലേക്ക് നോക്കി ദൈവത്തിന് ജനങ്ങളുടെ മേൽ ന്യായവിധി അയക്കേണ്ടതുണ്ട് എന്നുള്ള ദൈവത്തിന്റെ ന്യായത്തെ കണ്ടപ്പോൾ തന്റെ വീട്ടുകാരെ രക്ഷിക്കാനായി അവനൊരു പെട്ടകം പണിതു. അവൻ നോക്കിയപ്പോൾ ദൈവത്തിന്റെ ക്രോധം വരുന്നത് അവൻ കാണുകയും ഈ കാര്യത്തിൽ നിന്നും ജനങ്ങൾക്ക് രക്ഷപ്പെടാനായി അവൻ ഒരു തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്തു. അങ്ങനെ തന്നെ യോഹന്നാൻ സ്നാപകനും ചെയ്തു. അവൻ രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പ് നടത്തി. അപ്രകാരം തന്നെ പരിശുദ്ധാത്മാവ് എന്ന് യേശു ക്രിസ്തു വരവിന് മുന്നോടിയായി യേശു ക്രിസ്തുവിന്റെ ആ ശരീരത്തിനായി ഒരു പണി നടത്തിക്കൊണ്ടിരിക്കുന്നു. നാം അതിലേക്ക് സ്നാനമേൽക്കുന്നു. ഒരു മതപ്രമാണത്താൽ അല്ല, ഒരു കൈ പിടിച്ച് കുലുക്കുന്നതിലൂടെയോ അതല്ല ഒരു ഭാഗ്യസഭയാലോ അല്ല, എന്നാൽ ഏകാത്മാവിനാൽ നാം യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് സ്നാനമേൽക്കുന്നു. ന്യായവിധിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പണി എന്താണെന്നാൽ അത് മുന്നമേ തന്നെ ന്യായം വിധിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. അതെ, നോഹ അവൻ നോക്കി എന്തു വരുന്നു എന്നവൻ കണ്ടു. ഒരു നാൾ മോശ നോക്കി അവൻ ഒരു അഗ്നിസ്തംഭം കണ്ടു. അതവന്റെ ശ്രദ്ധയെ ആകർഷിച്ചു. ഈ മഹാനായ മതതത്വ വേദശാസ്ത്രി തന്റെ സകല മതതത്വ വേദശാസ്ത്രത്താലും അവന്റെ അമ്മയാൽ വചനത്തിൽ നിന്നും അവൻ മനസ്സിലാക്കിയിട്ട് തന്റെ ജ്ഞാനത്താൽ പൊയ്ക്കൊണ്ടിരുന്നു. അവൻ എങ്ങനെ ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നവനായിത്തീരാം എന്നുള്ളതായിരുന്നു. എന്നാൽ അവൻ അവന്റേതായ രീതിയിൽ അതിന് ശ്രമിച്ചപ്പോൾ അവൻ പരാജയപ്പെട്ടു. അവൻ എന്തു ചെയ്യണം, എന്തിനു വേണ്ടി ദൈവം അവനെ ഉയർത്തി എന്നെല്ലാം അവന്റെ അമ്മ അവനോട് എന്തു ചെയ്യണം എന്ന് വളരെ വ്യക്തമായി അഭ്യസിപ്പിച്ചിരുന്നു. ഈ സകല ജ്ഞാനവും അതത്രയേറെ നന്നായിരുന്നിട്ടും, അത് നല്ലതായിരുന്നു എന്നിട്ടും അത് യാത്ര തുടങ്ങിപ്പിച്ചില്ല. അത് വെറും യന്ത്രതന്ത്രം, മെക്കാനിസം മാത്രമായിരുന്നു. ഒരു വാഹനത്തെ അതിന്റെ മെക്കാനിസമല്ല, അതിനെ ഓടിക്കുന്നത് അതിന്റെ ഡൈനാമിസമാണ്. ചലനതന്ത്രം അതിനെ ഓടിക്കുന്നു. മെക്കാനിസം സഭയെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അത് ഡൈനാമിസമാണ്. അത് വചനത്തിലേക്ക് കടക്കുന്ന പരിശുദ്ധാത്മാവാകുന്നു. ഗ്രീക്ക് ഭാഷയിലെ സകല വ്യാഖ്യാനവും എല്ലാ മതതത്വ വേദശാസ്ത്രവും നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒരു സെമിനാരി അല്ല, എന്നാൽ അവിടെയുള്ള പരിശുദ്ധാത്മാവിന്റെ ഡൈനാമിസമാണ്. അതിന് തീ കൊളുത്തുകയും അതിനെ സംഭവിപ്പിക്കാൻ ഇടയാക്കി ആ സമയത്തേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനെ കൃത്യമായി ജീവിപ്പിക്കുന്നത്. മെക്കാനിസം അല്ല, ഡൈനാമിസം. അത് ഡൈനാമിസവും മെക്കാനിസവും എടുക്കുന്നു. വചനവും ആത്മാവും അവയാണ് ജീവനെ പ്രദാനം ചെയ്യുന്നത്. ഈ മണിക്കൂറിനായി ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് അത് നിറവേറുന്നത് കാണാനായി നോക്കുക. നിങ്ങൾ തികച്ചും വചനത്തിലേക്ക് നോക്കിയിരിക്കണം. കാരണം വചനം അവനാകുന്നു. നിങ്ങൾക്ക് വചനത്തിലേക്ക് നോക്കാൻ കഴിയുന്ന ഏക വഴി എന്നത് അവനിലേക്ക് നോക്കുക എന്നതാകുന്നു. അവനിലേക്ക് നോക്കുക. അവൻ വചനമാകുന്നു. ഈ കാലത്തിലേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വചനം ഈ കാലത്തിൽ നിറവേറേണ്ടതുണ്ട്. നോഹയുടെ കാലത്തെ ഈ ദിവസത്തിന് നിറവേറ്റാനാകില്ല. അതൊരു മാതൃക മാത്രമായി മോശയുടെ സമയവും അങ്ങനെയും മറ്റുമാകുന്നു. എന്നാൽ ഈ കാലത്ത് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങൾ നാം ആസ്വദിക്കുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങളെ നാം കാണുന്നു. ലോകം അതിനെ നോക്കി ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഈ മഹത്തായ അതിപ്രധാന ശക്തിക്ക് ഒരു പാപിയുടെ ഹൃദയത്തെ മാറ്റുവാനും അതിനൊരു ശീതോഷ്ണവാനായ സഭാംഗത്തെ എടുത്ത് ഒരു സാക്ഷ്യം കൊടുത്തിട്ട് അവൻ കടന്നു വന്ന സഭയെ തീപിടിപ്പിക്കാനും കഴിയും. അത് ഡൈനാമിസം വചനത്തിലേക്ക് കടക്കുമ്പോഴാകുന്നു. ഇത് ഞാൻ സാധാരണ പറയാറുള്ളതാണ്. ഞാൻ രണ്ടു തരത്തിൽപ്പെട്ട ആളുകളെ കണ്ടിട്ട് അവയിൽ ഒരു കൂട്ടർ മൂലസിദ്ധാന്തക്കാരും ക്രിസ്തുവിൽ അവൻ എവിടെയാണെന്ന് അവൻ അറിയാം, എന്തെന്നാൽ വചനത്തിലാകുന്നു. എന്നാൽ അവൻ ചെയ്യുന്ന ഒന്നിലും അവന് വിശ്വാസമുണ്ടായിരിക്കില്ല. അവൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ പെന്തക്കോസ്തുകളെ കണ്ടിട്ടുണ്ട്. അവരിൽ അനേകർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ അവർ ആരാണെന്ന് അവർക്കറിയില്ല. ഒരു മനുഷ്യന് ബാങ്കിൽ കാശുണ്ടായിട്ട് ചെക്ക് എഴുതാൻ അറിയാത്തതുപോലെ മറ്റേ കൂട്ടർക്കോ ഒരു ചെക്ക് എഴുതാൻ അറിയാം, ബാങ്കിൽ കാശില്ല.
നിങ്ങൾക്ക് ഈ രണ്ടു കൂട്ടരെയും ഒരുമിച്ച് കൂട്ടാൻ കഴിഞ്ഞാൽ, പെന്തക്കോസ്തുകാരനെ അവൻ ആരാണ് നിങ്ങൾക്ക് തിരിച്ചറിയിക്കാൻ കഴിഞ്ഞാൽ, ദൈവത്തിന്റെ മുഴുവൻ വചനത്തിലേക്കും യഥാർത്ഥമായതിലേക്ക് തിരികെ കൊണ്ടുവരാനായാൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമായിട്ട് അത് ലോകത്തെ വീണ്ടും ഒരു തീ കത്തിച്ചിട്ട് ഒരു പുതിയ പെന്തക്കോസ്ത് ഉണർവനെ കൊണ്ടുവരും. സഹോദര, സഹോദരി, ഇത് സത്യമാകുന്നു. സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവൻ, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ലല്ലോ. നമുക്ക് കമ്മ്യൂണിസ്റ്റ് വിവേചിക്കാൻ കഴിയും, നമുക്ക് മറ്റുള്ള എല്ലാത്തിനെയും വിവേചിക്കാനാകും. എന്നാൽ ഞാൻ ആശ്ചര്യപ്പെടുന്നതോ, ദൈവത്താൽ ഈ ദിവസത്തേക്ക് ഭാഗിച്ചു നൽകിയിരിക്കുന്ന വചനത്തെ നമുക്ക് വിവേചിക്കാൻ സാധിക്കുന്നു. ഞാൻ ആശ്ചര്യപ്പെടുന്നത് ഈ ദിവസത്തിൽ ഭൂമിയിലുണ്ടായിരിക്കും എന്ന് പറഞ്ഞിരുന്ന ദൈവത്തിന്റെ അടയാളത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? നാം അത് കാണുന്നു എന്നെനിക്ക് ആശ്ചര്യപ്പെട്ടുകൂടെ? അതെ, തിരികെ വീണ്ടും മോശയിലേക്ക് അവനെല്ലാമായിരുന്നിട്ട് അതിനെക്കുറിച്ചുള്ള സകല മെക്കാനിസവും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം ഒരു കത്തുന്ന മുൾപടർപ്പിൽ നിന്നും ഒരു മനുഷ്യ ശബ്ദത്തിൽ സംസാരിക്കുന്നവൻ കേട്ടു. ഒരു മുൾപടർപ്പിന്റെ പിന്നിലായി ഒരു അഗ്നിസ്തംഭത്തിൽ ഒരു മനുഷ്യ ശബ്ദത്തിൽ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. എന്റെ ജനങ്ങളുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. ഞാൻ എന്റെ വാക്ക് ഓർക്കുന്നു. അവരെ വിടുവിക്കാനായി ഞാൻ താഴെയിറങ്ങി വരുന്നു. അത് ചെയ്യാനായി ഞാൻ നിന്നെ അയക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ മുതൽ ഒരു വ്യത്യസ്ത മനുഷ്യനായി തീർന്നു. അവന്റെ പക്കൽ മെക്കാനിസം ഉണ്ടായിരുന്നു. എന്നാൽ അവൻ അതിലിപ്പോൾ അതിന്റെ ഡൈനാമിസം കിട്ടിയിരിക്കുന്നു. വാസ്തവമായും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. മോശയ്ക്ക് പോകാനായി അതെടുത്താൽ മാത്രം മതി. അവൻ കത്തുന്ന മുൾച്ചെടിയിലേക്ക് നോക്കിയപ്പോൾ അവൻ അത് കണ്ടു. അത് കഴിഞ്ഞപ്പോൾ യാത്രയിൽ ഇസ്രായേൽ അവിടെ നിന്നും പുറപ്പെട്ടു വരുന്നതാണ് നാം കാണുന്നത്. അവരും കൂടെ നോക്കിയപ്പോൾ അവർ ഒരു താമ്രസർപ്പത്തെ കണ്ടു. ഈ താമ്രസർപ്പം അത് അവരുടെ രോഗസൗഖ്യത്തിനായാണ് സ്ഥാപിച്ചത്. അവർ പാപം ചെയ്തതിനു ശേഷം ഒരു താമ്രസർപ്പത്തെ കാണുന്നു. ഈ താമ്രസർപ്പത്തിൽ അതൊരു മാതൃകയായി കുറ്റക്കാരും അയോഗ്യരും പാപികളായ നമുക്കെല്ലാവർക്കും വേണ്ടി യേശു ക്രിസ്തുവിന്റെ മേൽ ദൈവം കൊണ്ടുവരുന്ന ന്യായവിധിയായി മരിക്കുന്നതാണ് അവർ കണ്ടത്. അതാണ് അവൻ കണ്ടത്. ഒരിക്കൽ സമുദ്രത്തിൽ വെച്ച് ഇളകി മറിയലുണ്ടായപ്പോൾ ശിഷ്യന്മാർ അവനിലേക്ക് നോക്കി. അവർ കണ്ടതെന്താണ്? അവർ അവരുടെ സഹായത്തെ കണ്ടു. അവനിലൂടെ സഹായം കടന്നു വരുന്നതായി അവർ കണ്ടു. മാർത്ത ഒരു നാൾ അവളുടെ കുടുംബത്തിൽ ഒരു മരണമുണ്ടായപ്പോൾ അവളുടെ ഏക സഹോദരൻ ലാസർ, അവളുടെ സ്വന്തം സഹോദരൻ മരിച്ചുപോയി. മരണത്തിന്റെ സമയത്ത് അവൾ അവനിലേക്ക് നോക്കി. അവൾ ജീവനും പുനരുത്ഥാനവും കണ്ടു. അതാണ് അവൾ അവനിൽ കണ്ടത്. ഇപ്പോൾ അവൻ അവളെ നിരസിച്ചു കളഞ്ഞതുപോലെ കാണപ്പെട്ടിരുന്നു. അവളുടെ സഹോദരൻ മരിക്കുമ്പോൾ അവൻ ദൂരം പോയിരുന്നു. എന്നാൽ ആദ്യത്തെ കാര്യം നിങ്ങൾക്കറിയാമോ? ഒരു മുന്നറിയിപ്പുമില്ലാതെ അവനെ കണ്ടെത്തി. ആ ബാലൻ മരിച്ചു കഴിഞ്ഞിരിക്കുകയും 4 നാളുകൾക്ക് മുമ്പ് അടക്കം ചെയ്തിരിക്കുകയും ചെയ്തിരുന്നു. അവൻ മുന്നമേ തന്നെ നാറ്റം വെച്ചു തുടങ്ങിയിരുന്നു. അവനിൽ എന്തോ ചിലത് വ്യത്യസ്തമായിട്ടുണ്ടെന്ന് മാർത്ത അറിഞ്ഞിരുന്നു. അവൾ തിരുവഴുത്തിൽ വായിച്ചിരുന്നു. അവൻ ദൈവപുത്രനാണെന്നും ഇമ്മാനുവേൽ ദൈവം പ്രകടമായതാണെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. അവൻ ദൈവത്തിന്റെ പ്രതിനിധിയായിരുന്നു എന്ന് അവൾ അറിഞ്ഞിരുന്നു. ഏലിയാവ് വചനത്തിന്റെ ആ സമയത്തേക്കുള്ള ഒരു ചെറിയ ഭാഗമായിരുന്നിട്ട് മരിച്ചുപോയ ഒരു ബാലനെ ഉയർപ്പിക്കാമെങ്കിൽ ക്രിസ്തു വചനത്തിന്റെ പൂർണ്ണതയായിരുന്നിട്ട് അവളുടെ സഹോദരനെ ഉയർപ്പിക്കാനുള്ള ശക്തി അവനുണ്ടായിരുന്നു എന്നവൾ തീർച്ചയായും അറിഞ്ഞിരുന്നു. മരണത്തിന്റെ മണിക്കൂറിൽ മരണദുഃഖത്തിലായി അവൾ അവന്റെ അടുക്കൽ പോയപ്പോൾ അവൾ അവനെ നോക്കി. അപ്പോൾ അവൻ തന്നെ ജീവനും പുനരുത്ഥാനവും എന്ന് കണ്ടു. അവനെ നോക്കി വിമർശിക്കാനും നീ എന്തുകൊണ്ട് വന്നില്ല എന്നോ അതല്ല അവനെ ചോദ്യം ചെയ്യാനായിട്ടല്ല അവൾ അവനെ നോക്കിയത്. നിങ്ങൾ ഒരിക്കലും ദൈവത്തിന്റെ വചനത്തെ ചോദ്യം ചെയ്യരുത്. ദൈവം തന്റെ സകല വചനത്തെ കാക്കുമോ ഇല്ലയോ എന്ന് ഹവ്വ ചോദ്യം ചെയ്തതിനാലാണ് മുഴുവൻ മനുഷ്യരാശിയും വിഷമതയിലായി തീർന്നത്. സഹോദരന്മാരെ, ദൈവം എഴുതിയിരിക്കുന്ന ഓരോ വചനത്തെയും നാം വിശ്വസിക്കേണ്ട സമയം ആഗതമായിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നു, അതിന്റെ ഓരോ അംശവും സത്യമാകുന്നു. ദൈവത്തിന്റെ വായിൽ നിന്നും കടന്നു വന്ന ഓരോ വചനം കൊണ്ടും മനുഷ്യൻ ജീവിക്കുന്നു. ഇപ്പോൾ മറിയ ജീവനും പുനരുത്ഥാനവും കണ്ടെന്ന് നാം കണ്ടു. അതുതന്നെ പുരോഹിതനായിരുന്ന രഹസ്യവിശ്വാസി യായിറോസും കണ്ടു. അവനിലേക്ക് നോക്കി. യേശുവിനെ കണ്ടപ്പോൾ അവൻ ജീവനും പുനരുത്ഥാനവും എന്ന് കണ്ടു. ഒരു നാൾ വിശന്നിരുന്ന ജനം അവനിലേക്ക് നോക്കി പോഷിപ്പിക്കുന്ന അപ്പമായി കണ്ടു. ഇന്ന് ജീവന്റെ അപ്പത്തെ കാണാനായി വിശക്കുന്നവർക്കൊരു മാതൃകയായി. ഒരു മതപ്രമാണത്തെ കണ്ടുപിടിക്കുന്നവരല്ല. നിങ്ങൾ ഒരു സ്ഥാപകനെ കാണില്ല. നിങ്ങൾ ഒരു പരിഷ്കർത്താവിനെ കാണില്ല. നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടുപിടിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ജീവനെ കാണുന്നു. ജീവന്റെ അപ്പത്തെ കണ്ടെത്തുന്നു. മരിച്ചുകൊണ്ടിരുന്ന കള്ളൻ തീവ്ര ദുഃഖത്തിന്റെ സമയത്ത് അവനിലേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ടതെന്താണ്?
അവൻ തന്റെ ക്ഷമയെ കണ്ടെത്തി. അവന് മറ്റാരിലേക്കാണ് നോക്കാനാകുന്നത്? റോമാക്കാരുടെ സർക്കാർ അവന് ക്ഷമ കൊടുക്കില്ല. മറ്റാർക്കും അവനോട് ക്ഷമിക്കാൻ കഴിയില്ല. എന്നാൽ അവന്റെ തീവ്ര ദുഃഖത്തിന് സമയത്ത് അവനോട് ക്ഷമിക്കാനാകുന്ന ആരെങ്കിലും കണ്ടെത്താനാകുമോ എന്ന് ആരാഞ്ഞുകൊണ്ട് അവൻ യേശുവിലേക്ക് നോക്കി. എന്റെ സഹോദര സഹോദരി, ഇന്ന് രാത്രിയിൽ നിങ്ങൾ അവൻ അന്നായിരുന്നത് പോലെ കുറ്റാരോപണത്തിന് ത്രാസിൽ തൂങ്ങിക്കിടക്കുന്നു എങ്കിൽ ഒരു ശീതോഷ്ണവാനായ സഭാംഗമായോ അതോ ഒരു ശീതോഷ്ണവാനായ പെന്തക്കോസ്തുകാരനായോ അതല്ല, നിങ്ങൾ എന്തു തന്നെയായാലും ശരി, അറിഞ്ഞതിന് ശേഷം ഇന്ന് രാത്രിയിൽ മരിച്ചുപോയാൽ നിങ്ങൾ എവിടേക്കെങ്കിലും പോകും എന്ന് നിങ്ങൾ അറിയുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളെ സ്വതന്ത്രനാക്കാൻ കഴിയുന്ന അവനിലേക്ക് നോക്കുക. ഒന്ന്, ഇന്നു രാത്രിയിൽ നിങ്ങൾക്ക് അംഗത്വം മാത്രമാണുള്ളതെങ്കിലും മനുഷ്യ ഹൃദയങ്ങളിൽ പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം അറിയുന്നില്ലെങ്കിലും അവനിലേക്ക് നോക്കുക. അവൻ ദൈവമാകുന്നു. അവൻ മാത്രമേയുള്ളൂ. ഈ പാവം പിടിച്ച കഠിനമേറിയ പാപത്താൽ രോഗിയായി തീർന്ന കള്ളൻ കുരിശിങ്കൽ തൂങ്ങിക്കിടന്നു കണ്ടതുപോലെ നിങ്ങൾ ആ ക്ഷമയെ കണ്ടെത്തും. രോഗി അവനിലേക്ക് നോക്കി. അവരെന്താണ് കണ്ടത്? അവർ ഒരു സൗഖ്യദായകനെ കണ്ടു. രോഗികളായിരിക്കുന്നവർ ഇന്ന് രാത്രി ഇപ്പോഴും അവനെ നോക്കിയാൽ ഒരു സൗഖ്യദായകനെ കാണാനാകുന്നതാണ്. താമ്രസർപ്പത്തിൽ പ്രതിനിധീകരിച്ചിരുന്നവനെ അവർ നോക്കി. അതൊരു മാതൃകയായിരുന്നുവെങ്കിൽ ഇതൊരു പ്രതിരൂപമാകുന്നു. കുരുടൻ നോക്കിയപ്പോൾ കാണാൻ സാധിച്ചു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. എബ്രായർ 13:8. തനിക്ക് എന്ത് കാണാനാകുമെന്ന് നോക്കാനായി കവി ഒരിക്കൽ നോക്കി. അന്ധയായിരുന്ന ഫെന്നി ക്രോസ്ബേ അവൾക്ക് എന്ത് കാണാനാകുമെന്ന് നോക്കാൻ ഒരിക്കൽ നോക്കി. അന്ധയായിരിക്കെ അവളുടെ ഉത്തരം ഇതാ: എന്റെ സകല സാന്ത്വനത്തിന്റെയും ഉറവിടം അങ്ങാകുന്നു. എനിക്ക് ജീവനേക്കാൾ അധികം ഭൂമിയിൽ അങ്ങല്ലാതെ എനിക്കാരുണ്ട്, അതല്ല സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരുണ്ട്. എഡി പെരന്റ് ഒരിക്കൽ അവന്റെ പാട്ടുകൾ വിൽക്കാനാകാതെ എന്തു ചെയ്യണമെന്ന് അവൻ ആശ്ചര്യപ്പെട്ടുകൊണ്ടിരുന്നു. പിന്നെ അവൻ തന്റെ കാര്യാലയത്തിലേക്ക് തിരികെ പോയി. അപ്പോൾ ആ പ്രേരണ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ പതിച്ചു. ഹൃദയിൽ പേന കയ്യിലെടുത്ത് അവൻ നോക്കി. അവൻ ശക്തിയാ നിൽക്കുന്നത് കണ്ടിട്ട് അവൻ പേനയെടുത്ത് പാട്ടെഴുതാൻ തുടങ്ങി. സകലരും ആർപ്പെടുവൻ, യേശുവിൻ നാമം, ദൂതന്മാർ സാഷ്ടാംഗം നമിക്കട്ടെ, ഗംഭീര കിരീടം കൊണ്ടുവരുവൻ, സകലത്തിന്റെ കർത്താവായി അവനെ കിരീടമണിയിപ്പിൻ. അതാണ് അവൻ അവനെ കണ്ടത്. ഓ എന്റെ ഒരു സാധാരണ മീൻപിടുത്തക്കാരനായ പത്രോസ് അവന്റെ സഹോദരൻ അന്ത്രയോസ് യോഹന്നാൻ സ്നാപകന്റെ ഉണർവ് യോഗത്തിൽ സംബന്ധിച്ചിരുന്നു. അവർ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. മശിഹ എന്തായിരിക്കുമെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അവന്റെ അപ്പൻ അവനോടത് പറഞ്ഞിരുന്നു. മശിഹ വരുന്നതിന് തൊട്ട് മുൻപ് അനേക മതഭ്രാന്തന്മാർ എഴുന്നേൽക്കാനിടയുണ്ട്. എന്നാൽ നീ അവനെ അറിയും. അവനൊരു പ്രവാചകനായിരിക്കും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. നാം നമ്മുടെ പ്രവാചകന്മാരെ വിശ്വസിക്കണം എന്നറിഞ്ഞിരിക്കുന്നു. അവസാനം ഒരു ദിവസം അന്ത്രയോസിനാൽ കഴിയുന്ന സകല ബോധ്യമാക്കലിന് ശേഷം അവനെ കേൾക്കാൻ അവസാനം അവന് പത്രോസിനെ കിട്ടി. എന്തുകൊണ്ടെന്നാൽ അവൻ കടൽക്കരയിൽ വെച്ച് ഒരു രാവിലെ നേരം യോഗം നടത്താൻ പോവുകയായിരുന്നു. അവൻ ദൈവവചനം കേൾക്കാനായി ഒരു ദിവസം അവിടേക്ക് പോയി. അവൻ യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അവനെ നോക്കിയപ്പോൾ പത്രോസ് കണ്ടത് എന്തായിരുന്നു? അവൻ പറഞ്ഞു, നിന്റെ പേര് ശിമയോൻ, നീ യോനായുടെ മകൻ. അതെന്നേക്കുമായി അതിനെ അവസാനിപ്പിച്ചു. ദൈവത്തിന്റെ വചനം നിറവേറിയിരിക്കുന്നു എന്നവൻ അറിഞ്ഞു. ഒരിക്കൽ നഥനയേൽ പഴയ നിയമത്തിലെ വാസ്തവമായി വിശ്വസിക്കുന്ന ഒരുവൻ മിശിഹായുടെ വരവിന് മുന്നോട്ട് നോക്കിക്കൊണ്ടിരുന്നവനായിരുന്നു. അവന്റെ കൂട്ടുകാരനായ ഫിലിപ്പോസാണ് യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് ഒരു കുറ്റിയുടെയോ അതോ തടിപ്പെട്ടിയുടെ മേൽ അതെന്തായാലും ശരി അവിടെ നിന്നുകൊണ്ട് രോഗികൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ അവിടേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയത്. നാഥനയേൽ പ്രാർത്ഥനാ നിലയിലൂടെ കടക്കുമ്പോഴോ അതല്ല അത് എന്തായിരുന്നാലും ശരി, അവൻ ആദ്യമായി അവനെ ഒന്ന് നോക്കി. അപ്പോൾ ഒരു ശബ്ദം അവനോട് പറയുന്നത് അവൻ കേട്ടു. പറഞ്ഞു, ഇതാ ഒരു ഇസ്രായേലൻ, ഇവനിൽ കപടമില്ല. അവൻ ചോദിച്ചു, റബ്ബി, നീ എന്നെ എങ്ങനെ അറിയും? നീ എന്നെ ഇതിനു എപ്പോഴാണ് കണ്ടത്? അവൻ പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ആയിരുന്നപ്പോൾ, നീ ആ മരത്തിന് ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. നാഥനയേൽ കണ്ടപ്പോൾ അവൻ ഏറ്റുപറഞ്ഞത് എന്താണ്? അവൻ പറഞ്ഞത് എന്താണ്? അങ്ങ് ക്രിസ്തുവാകുന്നു, അങ്ങ് ഇസ്രായേലിന്റെ രാജാവാകുന്നു, അവിടുന്ന് ദൈവപുത്രനാകുന്നു. ആ ദിവസത്തേക്കുള്ള ദൈവത്തിന്റെ സത്യവചനത്തിലേക്ക് അവൻ നോക്കിയപ്പോൾ കണ്ടത് അതായിരുന്നു. ഒരു പ്രവാചകനെ കൂടാതെ 400 വർഷമായിരിക്കുകയും മനുഷ്യ ഹൃദയത്തിലെ ചിന്തനങ്ങൾ എന്താണെന്ന് അവൻ അറിയുന്നു എന്ന് കാണുകയും ചെയ്തപ്പോൾ അവൻ എന്തു ചെയ്തിരിക്കുന്നു? അത് മശിഹായിൽ കുറഞ്ഞ മറ്റൊന്നുമായിരിക്കില്ലെന്ന് അവൻ അറിയാനായി. ഞങ്ങൾക്കതുണ്ടായിരുന്നില്ല, അവർക്കതുണ്ടായിരുന്നില്ല. അത് വാഗ്ദത്തം ചെയ്തിരിക്കുകയും അതിനുള്ള സമയം ആഗതമായിരിക്കുന്നു എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ തന്നെ നാമും ഇന്ന് അതേ കാര്യം അറിഞ്ഞിട്ട് യേശു ഈ കാര്യങ്ങളെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ പറഞ്ഞു, ലോത്തിന്റെ നാൾക്കളിലായിരുന്നത് പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിലുമാകും. അവൻ വരുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ കാര്യങ്ങൾ സംഭവിക്കുന്നതായി നാം കാണുന്നു.
നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നതാണ്. നിങ്ങൾ പൗരാണിക ശാസ്ത്രത്തെ പറ്റി ചിന്തിച്ചിരുന്നു. അവർ അവിടെ പുറകിൽ കാണിച്ചതായ അതല്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിരുന്ന ഒരു വിധത്തിലെ പരഹതയ ജ്ഞാനത്തെയാണോ കണ്ടത്? പരീക്ഷന്മാർ അവനിലേക്ക് നോക്കി. അവർ എന്തായിരുന്നു പറഞ്ഞത്? ഈ മനുഷ്യനൊരു ഭൂതമുണ്ട്. അതേ വ്യക്തിയെ തന്നെ അതേ ജനങ്ങൾ മനുഷ്യർ നോക്കിയപ്പോൾ ഒരുവൻ ദൈവപുത്രനെന്ന് കണ്ടു. വാഗ്ദത്തം ചെയ്ത സമർത്ഥിക്കപ്പെട്ട വചനം. മറ്റൊരുവൻ അതിനെ പിശാചെന്ന് വിളിക്കുന്നു. നിങ്ങൾ കാണുന്നത് എന്താണ്? അവൻ ഈ അവസാന ദിവസത്തിൽ ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നതിനെ നിറവേറ്റാനായി ഒരു കെട്ടിടത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി വീശിയടിക്കുമ്പോൾ നിങ്ങൾ നോക്കുന്നതിലേക്കാണ്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നതെന്താണ്? നിങ്ങൾ ദൈവവചനം സമർപ്പിക്കുന്നതായി കാണുന്നു എങ്കിൽ പിന്നെ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ. അതെ സർ, നാഥനയേൽ അവൻ ജീവിക്കേണ്ടിരുന്നതായ വാഗ്ദത്തം ചെയ്തിരുന്ന വചനം അഭിഷേകം ചെയ്ത ജഡമായി തീർന്നത് അവൻ കണ്ടു. പ്രവാചകനായ മോശെ അപ്രകാരം പറഞ്ഞിരുന്നു. ആ മോശെ അഭിഷേകം ചെയ്യപ്പെട്ട പ്രവാചകൻ ആ വചനം വാഗ്ദത്തം ചെയ്തിരുന്നു. ഒരു ദിവസം കിണറ്റിൻകരയിലെ ഒരു സ്ത്രീ, അനേക ജനങ്ങൾ അവനെ നിരസിച്ചിരുന്നു. പരീശന്മാരും സദൂക്കന്മാരും അവനൊരു പിശാചെന്ന് വിളിച്ചിരുന്നു. അവർ പറഞ്ഞു, അവനത് ഭാവി പറച്ചിലൂടെയാണ് ചെയ്തത്. അവനൊരു ഭൂതത്തിന്റെ ആത്മാവനുണ്ടായിരുന്നത്. അവന് ഭ്രാന്തായിരുന്നു. അവന് പോകാൻ ഒരിടവുമില്ല. അതായിരുന്നു അവനുണ്ടായിരുന്ന വിഷമത. അതായത് അവൻ വെറും ഒരു കാലുമാറ്റക്കാരനായിരുന്നു. സംഭവിച്ചത് എന്താണ് സംഭവിച്ചത്? അവൻ ശമരിയയിലെ സുഖാർ എന്നൊരു പട്ടണത്തിലൂടെ കടക്കുകയായിരുന്നു. ഒരു നാൾ അവൻ അവിടേക്ക് പോയപ്പോൾ അവിടെ ഒരു ചെറിയ വിശാല ദൃശ്യമായ സ്ഥലത്ത് അവനിരുന്നു. കുടിവെള്ളം എടുക്കാനായി അവിടേക്ക് ഒരു സ്ത്രീ വരുന്നുണ്ടായിരുന്നു. അവൾ ചോദിച്ചു. അവൻ അവളെ കേട്ടു. ഒരു ശബ്ദം അവളോട് ചോദിക്കുന്ന അവൾ കേട്ടു, സ്ത്രീയെ, എനിക്ക് കുടിപ്പാൻ തരിക. പിന്നെ അവൾ അവിടേക്ക് നോക്കി. അവൾ കണ്ടതെന്തായിരുന്നു? ആദ്യം അവൾക്കത് മനസ്സിലായില്ല. അവൾ അവനെ ചോദ്യം ചെയ്തു. യഹൂദന്മാരായ നിങ്ങൾ ശമര്യരോട് അങ്ങനെ ചോദിക്കുന്നത്, നിങ്ങൾ ശമര്യരോട് ചോദിക്കുന്നത് അതൊരു കീഴ്വഴക്കമല്ല. പറഞ്ഞു, എന്നാൽ സ്ത്രീയെ, നീ ആരോട് സംസാരിക്കുന്നു എന്ന് നിനക്കറിയാനായെങ്കിൽ ഇപ്പോൾ ഓർക്കൂ. അവിടെ ഒരു ചെറിയ വെളിച്ചമുണ്ടായിരുന്നു. ലോക സ്ഥാപനം മുതൽ മുൻകുറിക്കപ്പെട്ടിരുന്ന ജീവന്റെ വിത്ത് അവിടെ കിടന്നിരുന്നു. അവൾ അതിനായി നോക്കിക്കൊണ്ടിരുന്നു. അവർ പറഞ്ഞു പോന്നിരുന്ന അവരുടെ സകല മതതത്വ വേദശാസ്ത്രത്താലും മറ്റു ചപ്പു ചവറുകളാലും അവൾ നന്നെ ക്ഷീണിച്ചിരുന്നു. എന്നാൽ അവൾ എന്തിനോ വേണ്ടി നോക്കിക്കൊണ്ടിരുന്നു. കാരണം ഒരു മശിഹ വരുമെന്ന് അവൾ അറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, പോയി നിന്റെ ഭർത്താവിന് ഇവിടെ കൂട്ടിക്കൊണ്ടുവരൂ. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. പറഞ്ഞു, നീ പറഞ്ഞു സത്യം തന്നെ, നിനക്ക് 5 പേരുണ്ടായിരുന്നു. പൊടുന്നനെ ആ ചെറിയ വിത്ത് ജീവനിലേക്ക് മുളച്ചു വന്നു. അവൾ എന്ത് കണ്ടു? ഒരു മനുഷ്യനിൽ അവൾ മശിഹായുടെ ചിഹ്നം കണ്ടു. വാഗ്ദത്തം ചെയ്തിരുന്ന വചനം പ്രത്യക്ഷമായത് അവൾ കണ്ടു. അവൾ പറഞ്ഞു, സർ, നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ കാണുന്നു. 400 വർഷത്തോളം ഞങ്ങൾക്ക് ഒരുവനുണ്ടായിരുന്നില്ല. ആ മശിഹ വരുന്നു എന്ന് ഞങ്ങൾക്ക് വാഗ്ദത്തം ഉണ്ടായിരുന്നതായി ഞങ്ങൾ അറിയുന്നു. മാത്രമല്ല, അവൻ വരുമ്പോൾ ഞങ്ങളോട് ഇത് പറയുകയും ചെയ്യും. അതാണ് അവൻ ചെയ്യാൻ പോകുന്നതും. കാണുന്നോ? അവൾ കണ്ടതെന്തായിരുന്നു? അവൾ എന്ത് കണ്ടു? ആ ദിവസത്തേക്ക് വാഗ്ദത്തം ചെയ്തിരുന്ന അടയാളം പ്രത്യക്ഷമായിരിക്കുന്നത് അവൾ കണ്ടു. ഈ ദിവസത്തേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവ്, അവന്റെ പുനരുദ്ധാനത്തിന് ശക്തി, ഒരു സഭ, അതായത് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യുമെന്ന് യേശു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന എന്താണ്? ഞായറാഴ്ച രാവിലെ നിങ്ങൾ ആലയത്തിലേക്ക് പോയി നിങ്ങളൊരു മനോഹരമായ ഓർഗനെ, നല്ല വസ്ത്രം ധരിച്ച ഒരു ദൈവവേലക്കാരനെ, അലങ്കാര വസ്ത്രം ധരിച്ച ഒരു പാട്ട് സംഘത്തെ, അതല്ല ചായം തേച്ച ഒരു കൂട്ടം സ്ത്രീകളെ കാണാൻ വേണ്ടിയോ പോകുന്നത്? നിങ്ങൾ നോക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സഭകളിലുള്ള ഏതെങ്കിലും തരത്തിലെ സൊസൈറ്റിയിലേക്കാണോ? നിങ്ങൾ ഇതിലും അതിലും ഉൾപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നോക്കുന്നത്? അത് തന്നെയാണ് നിങ്ങൾ കാണാൻ പോകുന്നതും. ഇവിടെ ശ്രദ്ധിക്കൂ. നിങ്ങൾ ആ ദാക്ഷിണ്യമില്ലാത്ത സുവിശേഷത്തെ മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ഒരു പഴഞ്ചൻ ഫാഷനിലെ കൂട്ടുകടലിൽ പ്രത്യക്ഷമാകുന്നത് കാണുമ്പോൾ നിങ്ങൾക്കത് വൈദേശികമായി തീരുകയും അത് വിശ്വസിക്കുന്നത് നിങ്ങൾ കഠിനമായിരിക്കുകയും ചെയ്യുന്നു. അതിൽ ഒരാശ്ചര്യവുമില്ല. യോസഫിനെ പറ്റി കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞതുപോലെ മറിയ ഗർഭിണിയാണെന്ന കാര്യം ചിന്തിക്കുന്നത് അവന് വളരെ കഠിനമായ കാര്യമായിരുന്നു. അങ്ങനെ ഒരു വിശുദ്ധിയായ ചെറിയ സ്ത്രീക്ക് അവൾക്കത് എങ്ങനെ സംഭവിക്കും? ഗബ്രിയേൽ അവളെ സന്ദർശിച്ചു എന്നല്ലേ അവൾ പറഞ്ഞത്? എന്നാൽ അത് അത്രയേറെ അസാധാരണമായിരുന്നായിരുന്നു. അങ്ങനെയുള്ളൊരു കാര്യം സംഭവിക്കുന്നത് അസാധാരണമായ ഒന്നായിരുന്നു. അത് മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ല. ജഡിക മനസ്സിന് അസാധാരണമായതിൽ അവിടെയാണ് ദൈവം വസിക്കുന്നത്. എന്നാൽ അവനെ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ്. അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഓരോ വചനവും നിറവേറും. അസാധാരണമായ ആ കാര്യങ്ങളാണ് അവനെ ദൈവമാക്കുന്നത്. അവൻ അസാധാരണമായതിലേക്ക് പോകുന്നു. അവൻ ജനങ്ങൾക്ക് സകലതും അസാധാരണമാക്കി തീർക്കുന്നു. അതെ സാർ,
ശരിയാണ്. ആ സ്ത്രീ അവനിലേക്ക് നോക്കി. അവൾ മശിഹായുടെ ചിഹ്നം കണ്ടു. ദൈവം ജഡത്തിൽ പ്രത്യക്ഷമായിരിക്കുന്നു. അതേ ജനങ്ങളിൽ അനേകർ നോക്കിയിട്ടും യാതൊന്നും കണ്ടില്ല. നോഹയുടെ നാൾക്കളിൽ അവിശ്വാസികൾ അവരെ കണ്ടിരുന്നത് എന്താണ്? ഒരു മതഭ്രാന്തൻ അവൻ ബോട്ട് എന്ന് വിളിക്കുന്ന ഒന്നിനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് മാത്രമാണ് അവരെല്ലാം കണ്ടത്. സർവശക്തനായ ദൈവത്തിൽ നിന്നും ഒരു ദർശനം ലഭിച്ചിട്ടാണ് ആ ബോട്ട് പണിതുകൊണ്ടിരുന്നത്. അവൻ ഇടിച്ചു പദം വരുത്തിയിരുന്ന അതേ കാര്യം അവൻ പ്രസംഗിച്ചിരുന്ന അവന്റെ സന്ദേശം, അവന്റെ സന്ദേശത്താൽ അവൻ പണിതുകൊണ്ടിരുന്ന അവൻ നീതിമാനായിരുന്നു എന്നും അവൻ മുന്നോട്ട് നോക്കുന്നു എന്നും സാക്ഷ്യം വഹിച്ചിരുന്നു. അവൻ പ്രസംഗിച്ചിരുന്നതിൽ തന്നെ അവൻ ജീവിച്ചുകൊണ്ടിരുന്നു. അതുതന്നെയാണ് ഇന്നും നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓരോ മനുഷ്യനും അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയുവോളം പ്രസംഗിക്കാനുള്ള അവകാശമില്ല. ശരിയാണ്. മതതത്വ വേദശാസ്ത്രികൾക്കും ഗണിതശാസ്ത്രികൾക്കും അങ്ങനെയുള്ളവർക്കും മറ്റും നിങ്ങളോട് എല്ലാ വിധത്തിലും വിവരിച്ചു തരാൻ കഴിയും. എന്നാൽ ഒരു മനുഷ്യൻ എപ്പോഴെങ്കിലും മരുഭൂമിക്ക് പിൻവശത്ത് ആ പാവനമായ സ്ഥാനത്ത് ദൈവം മോശയോട് ചെയ്തതുപോലെ സന്ധിച്ചിരിക്കുന്നു എങ്കിൽ അവനിൽ നിന്നും ആ വഴിയെ ആർക്കും തന്നെ എടുക്കാൻ കഴിയുകയില്ല. അവൻ അറിയുന്നു അവിടെ ഉണ്ടായിരുന്നവൻ അവനായിരുന്നു. അതിനെപ്പറ്റി അവനോട് ആർക്കും പറയാനാകില്ല. അവൻ അവിടെയായിരുന്നു. ആ കാരണത്താലാണ് യേശു ശിഷ്യന്മാരോട് കൽപ്പിച്ചത്, യെരൂശലേമിലേക്ക് പോയി ഉയരത്തുനിന്നും ശക്തി പ്രാപിക്കുവോളം നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കരുത്, അതിനുശേഷം നിങ്ങളുടെ സാക്ഷികളാകും. ആ വിധത്തിലാണ് അവർ കണ്ടത്. അതെ സർ, നോഹ അവർക്കൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല. അത് ചെയ്തതിനു ശേഷം അവർ ചെയ്തതാണ് ദൈവവചനത്തെ നിരസിച്ചു കളയുകയും ന്യായവിധിയെ സ്വയം അവരുടെ മേൽ കൊണ്ടുവരികയും ചെയ്തു. അത് കൃത്യമായിട്ടുമായിരുന്നു. ജാക്ക് മൂറയോടൊപ്പം അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ എടുത്തു പറയുന്നതല്ല, എന്നാൽ ഇത് പറയുന്നത് ഇപ്പോൾ ഉചിതമെന്ന് ഞാൻ കരുതുന്നതിനാലാണ്. ജാക്ക് മൂറെ പറഞ്ഞു, ദൈവം അമേരിക്കയെ മുക്കി അവളെ കത്തിച്ചു കളയുന്നില്ല എങ്കിൽ അവന് സ്വതോം ഗൊമോറയെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് കത്തിച്ചതിന് അവരോട് ക്ഷമാപണം ചെയ്യേണ്ടി വരും. അത് സത്യമായ കാര്യമാകുന്നു. ദൈവം നീതിമാനാകുന്നു. അവന്റെ വചനം ഒരു നീതിയുള്ള പ്രായശ്ചിത്തമായി ഇന്നത്തെ അവന്റെ വചനത്തിനെതിരായിട്ടുള്ള അതിന്റെ പ്രവൃത്തികൾക്കായി അവൻ തീർച്ചയായും ലോകത്തെ ന്യായം വിധിക്കും. എത്രമാത്രം കൂടിവരവുകൾ നമുക്കുണ്ടായിട്ടും കാര്യമില്ല, എത്രമാത്രം മതപരമായ കൂടിവരവുകൾ നമുക്കുണ്ടായിരുന്നിട്ടും അതായിരിക്കുന്നില്ല ഈ വചനം. നോക്കൂ, യേശു ഭൂമിയിൽ വന്ന ആ ദിവസത്തേക്കാൾ കൂടുതൽ മെച്ചമായ മതപരമായ സമയം പിന്നൊരിക്കലും ഉണ്ടായിട്ടില്ല. ഓ, സകലതും മതത്തിലും സമ്പ്രദായങ്ങളിലുമായി ചേർന്നിണങ്ങിയിരുന്നു. മാത്രമല്ല അതെല്ലാം തെറ്റുമായിരുന്നു. അങ്ങനെ തന്നെ ആമോസ്, മൊട്ടത്തലയൻ പ്രാസംഗികൻ, അവൻ എവിടെ നിന്ന് വന്നിരുന്നു എന്ന് നമുക്കറിയില്ല. അവൻ ആ മലയുടെ മുകൾ ഭാഗത്തേക്ക് വന്ന് നേരെ ശമരിയയിലേക്ക് നോക്കുമ്പോൾ അവന്റെ ചെറിയ കണ്ണുകൾ ഇടുങ്ങിപ്പോയതായി തോന്നിച്ചു. ഫീനിക്സിനെ പോലെ അതൊരു മഹത്തായ വിനോദസഞ്ചാര പട്ടണമായിരുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും കാണാൻ അനേക ജനങ്ങൾ വന്നിരുന്നു. ഈ പട്ടണത്തെ നോക്കൂ, എത്ര മനോഹരമായിരിക്കുന്നു. ഓ, സകലതും നടന്നുകൊണ്ടിരുന്നു. രാത്രി ക്ലബ്ബുകളും ശരിക്കും ഉല്ലാസത്തിന്റെ സ്ഥലങ്ങളും ജീവിക്കാനുള്ള ഒരിടം എന്നവർ അതിനെ പറഞ്ഞിരുന്നു. എന്നാൽ ഈ ചെറിയ കൃഷിക്കാരനായ ബാലൻ പരിശുദ്ധാത്മാവിൽ പ്രഹരിക്കപ്പെട്ട് അതുവഴിയായി താഴേക്ക് വരുമ്പോൾ അവന്റെ യോഗങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് നടത്താനായി അവൻ മുമ്പായി അയക്കാൻ അവൻ ആരും ഉണ്ടായിരുന്നില്ല. അവന് ഒരു വ്യവസ്ഥയിലും ഒപ്പുവെക്കേണ്ടി വന്നിരുന്നില്ല. അവനൊരു ഭാഗ്യസഭയുമായി സംയോജിച്ചിരിക്കുകയോ ആരും അവനെ പിന്താങ്ങുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ അവൻ മലയുടെ മുകളിലേക്ക് പോയി അവന്റെ കണ്ണുകളാൽ വീക്ഷിച്ചപ്പോൾ അവൻ ആ പട്ടണത്തിലേക്ക് കീഴ്വശത്തേക്ക് നോക്കുമ്പോൾ മറ്റുള്ള ആരും കാണാതിരുന്നെന്തോ ചിലത് അവൻ കണ്ടു. അവരെല്ലാവരും ആ പട്ടണത്തിന്റെ ആഹ്ലാദവും മറ്റു ചപ്പു ചവറുകളും കണ്ടിരുന്നു. എന്നാൽ അവൻ ദൈവത്തിന്റെ തീരുമാനിക്കപ്പെട്ട ന്യായവിധിയെ കാണുകയും അതിനെതിരായി പ്രവചിക്കുകയും ചെയ്തു. അവർ അവനെ ഭ്രാന്തനെന്ന് വിളിച്ചു. എന്നാൽ 11 വർഷങ്ങൾക്ക് ശേഷം അവൻ പറഞ്ഞ അതേ വിധത്തിൽ തന്നെ കൃത്യമായും അത് സംഭവിച്ചു. സഭകൾ ഇന്ന് പോകുന്ന വിധത്തിലേക്ക് ജനങ്ങൾ പോകുന്ന രീതിയിൽ നോക്കാൻ കഴിയുന്ന മനുഷ്യന് ഭാവിയിൽ അനുഗ്രഹം ഉണ്ടാകുന്ന മുൻകൂട്ടി പറയാനാകുമോ? ഞാൻ ന്യായവിധി മുൻകൂട്ടി പറയുന്നു. അത് മാത്രം. നീതിമാനായ ദൈവം തന്റെ വചനത്തെ മറന്നു കളയുന്നതിനാൽ ന്യായവിധി ആവശ്യപ്പെടുന്നു. അവൻ നമ്മുടെ മുന്നിലേക്ക് വന്ന് നമ്മെ തിരിച്ചറിയിച്ച് അതിനെ നേരെയാക്കുന്നതിനായി നീതിമാനാകുന്നു. എന്നാൽ നീതിമാനായ ദൈവം എല്ലാ കാലത്തിലൂടെയും അവന്റെ പദ്ധതിയെ അവന് മാറ്റാനാകില്ല. അവൻ തന്റെ പദ്ധതി ഒരിക്കലും മാറ്റുന്നില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാകുന്നു. അവന്റെ വഴികളെല്ലാം മാറ്റമില്ലാത്തവയാകുന്നു. അവന്റെ വചനം മാറ്റമില്ലാത്തതാകുന്നു. സകലത്തിലും അവൻ മാറ്റമില്ലാത്തവനാകുന്നു. ആരെങ്കിലും മാനസാന്തരപ്പെടാൻ തയ്യാറായാൽ കരുണ നിറഞ്ഞവനും, എന്നാൽ മാനസാന്തരപ്പെടാൻ തയ്യാറല്ലെങ്കിൽ
നിങ്ങളുടെ പിന്നാലെ ന്യായവിധി വരുന്നു. വീടിരിക്കുന്നവനെന്ന് അനേകർ അവകാശപ്പെട്ടിരുന്ന സമയം ഫെറവോൻ ഒരു മതഭ്രാന്തനെന്ന് വിളിച്ചിരുന്നവനെ മതഭ്രാന്തനെന്ന് വിളിച്ചിരുന്ന പ്രവാചകനിലേക്ക് അവൻ നോക്കുമ്പോൾ എല്ലാമായിട്ട് അത് മാത്രമാണ് അവൻ കണ്ടത്. എന്നാൽ ഇസ്രായേലിയർ മോശയുടെ മേൽ ദൈവത്തിന്റെ കരം കണ്ടു. അതെ സാർ, ധനവാൻ നോക്കി സാമർഥ്യമുള്ളവനായി കണ്ടു. എന്നാൽ അവന്റെ സംഘടന അവന് കടന്നു പോകാനുള്ളതിനേക്കാൾ വലുതായി കണ്ടു. അവന്റെ നോട്ടം എവിടെയായിരുന്നു? അവൻ നരകത്തിൽ നിന്ന് നോക്കി. അത് കൃത്യമാണ്. ന്യായവിധി അവന്റെ മേൽ വന്നു. അതവൻ അടുത്ത പ്രാവശ്യം നോക്കിയപ്പോഴായിരുന്നു. അങ്ങനെ തന്നെ ഇന്നുള്ള അനേക ജനങ്ങളുടെ മേൽ സംഭവിക്കും. അവർ യേശുവിനെ ക്രൂശിച്ചപ്പോൾ ഒരിക്കൽ റോമൻ പടയാളി ഒരു നോട്ടം നോക്കി. അവൻ എന്തു ചെയ്തെന്ന് അവൻ നോക്കിയപ്പോൾ കണ്ടു. എന്നാൽ അതപ്പോഴേക്കും വളരെ താമസിച്ചു പോയിരുന്നു. സുഹൃത്തുക്കളെ, അമേരിക്കയും കൂടെ അത് ചെയ്യാൻ പോകുന്നു. അവർ ഏതെങ്കിലും ഒരു നാൾ നോക്കിയിട്ട് ഇങ്ങനെ പറയും, വാസ്തവമായും അത് ദൈവപുത്രനായിരുന്നു. എന്നാൽ അതപ്പോഴേക്കും വളരെ താമസിച്ചു പോയിരിക്കും. അവർ അവസാനമായി ചിരിക്കുകയും പരിഹസിക്കുകയും ചെയ്തൊന്നിരിക്കാം. അവൻ അവിടേക്ക് മാത്രം നോക്കിയെങ്കിൽ രക്ഷപ്രാപിക്കാനാകുമെന്ന് അപ്പോൾ അവന് കാണാനാകുമായിരുന്നു. എന്നാൽ അപ്പോഴേക്കും വളരെ താമസിച്ചു കഴിഞ്ഞിരുന്നു. അവൻ സമാധാന പ്രഭുവിനെ ക്രൂശിലേറ്റി കഴിഞ്ഞിരുന്നു. മാത്രമല്ല, ഇന്നോ അനേക നേരങ്ങളിൽ നേരെ നമ്മുടെ ഇടയിൽ തന്നെ അവൻ ആരാണ് വ്യക്തമായി സമർത്ഥിച്ചു കാണിച്ചിട്ടും യേശു ക്രിസ്തുവിനെ ജനങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ നിന്നും നിരസിച്ചു കളയുന്നു. അതെ സർ, ഒരു ദിവസം പീലാത്തോസ് ഒരു നോട്ടം നോക്കി ബോധ്യപ്പെട്ടിരുന്നു. എന്നാൽ അവന്റെ രാഷ്ട്രീയം വളരെ വലുതായിരുന്നു. അവന് കഴിഞ്ഞില്ല. അവൻ അതിനായി നിലകൊള്ളാൻ കഴിഞ്ഞില്ല. ലൂഥർ ഒരു നോട്ടം നോക്കി. അവൻ നീതീകരണം കണ്ടു. അവൻ അതുമായി പോയി. അത് കഴിഞ്ഞപ്പോൾ അവർ സംഘടനയായി തീർന്നു. അത് കഴിഞ്ഞപ്പോൾ വെസ്ലി വന്നു. ക്രിസ്തുവിലേക്ക് നോക്കി അവൻ വിശുദ്ധീകരണം കണ്ടു. അതായത് സഭ വിശുദ്ധീകരിക്കപ്പെടണം. നേരെ ശുദ്ധീകരണവുമായി മുന്നോട്ട് പോയി. പിന്നീട് പെന്തക്കോസ്തുകൾ കടന്നു വന്നു. ദാനങ്ങൾ തിരികെ വരുന്നത് കണ്ടു. അവരെല്ലാം ചെയ്തെന്താണ്? കൃത്യമായും കത്തോലിക്കർ ചെയ്തതുപോലെ തന്നെ ചെയ്തു. അത് സംഘടനയാക്കി അതിനെ വീണ്ടും തിരികെ ഇട്ടു. ഓ ദൈവമേ, ഒരു നാൾ ഞാനൊരു നോട്ടം നോക്കി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആൽഫയും ഒമേഗയും കണ്ടു. ഞാൻ ആരംഭവും അവസാനവുമായവനെ കണ്ടു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും എന്റെ പാപത്തിന്റെ ക്ഷമയുള്ളവനെ ഞാൻ കണ്ടു. എന്റെ സ്ഥാനമെടുത്ത ഒരുവനെ ഞാൻ കണ്ടു. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നതെന്താണ്? എന്റെ പണ്ട് മുതലേ ഉള്ള ഒരു സുഹൃത്ത് ബിൽഡച്ചനെ ഞാനിപ്പോൾ നോക്കുന്നു. അദ്ദേഹം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഈ മനുഷ്യൻ ഇപ്പോൾ 92 വയസ്സിലേക്ക് കടക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് പട്ടമാക്കിയാൽ വളരെ നാളുകളാകില്ല, ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് പൂർണ്ണ ഹൃദയസ്തംഭനവും ഹൃദയാഘാതവും ഒരുമിച്ചുണ്ടായി. അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു, വന്നാലും ബിൽ നിങ്ങളുടെ സുഹൃത്താണ്, അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ശരി, ഞാൻ വരാം. അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ, ഞാൻ അദ്ദേഹത്തോട് ഗുഡ് ബൈ പറയാനായി അവിടെ വരെ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ അവിടെ എഴുത്തുവോളം അദ്ദേഹം ജീവിച്ചിരുന്നാൽ എനിക്ക് അദ്ദേഹത്തോട് ഗുഡ് ബൈ പറയാനാകും. ഓക്സിജന്റെ കീഴിലായി പൂർണ്ണ ഹൃദയസ്തംഭനം, 91 വയസ്സ്. ഞാൻ പെട്രോൾ ബാങ്കിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്റെ കൈ പിടിച്ചു കൊടുക്കാൻ വേണ്ടി ബിൽ തെരുവിലൂടെ നടന്നു വരുന്നത് കണ്ടു. ഇന്ന് രാത്രി അദ്ദേഹം ഇവിടെ ഇരിക്കുന്നു. ഡോക്ടർ അദ്ദേഹത്തോട് മരിച്ചു എന്നാണ് പറഞ്ഞത്. ഓഹിയോയിലെ ലീമായിൽ നിന്നും ആലിപ്പഴത്തിലും മഞ്ഞിലും കൂടെയെല്ലാം ഞാൻ പോകുന്നിടത്തേക്കെല്ലാം രോഗങ്ങൾക്കായി സ്വയം ബിൽഡച്ച് തന്നെ വാഹനം ഓടിച്ചുകൊണ്ട് വരുന്നു. ഇതാ ഇവിടെയുമുണ്ട്. എന്തുകൊണ്ടാണ്? ഞങ്ങൾ നോക്കി, ഞങ്ങൾ എന്തോ ചിലത് കണ്ടു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സംസാരിച്ചു. അതേ ദൈവം ദൂരത്തെ കൊളറോഡയിൽ കൊടുങ്കാറ്റടിക്കുമ്പോൾ ഞാൻ നോക്കി. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് കണ്ടു. ഇവിടെ ഒരു ഇംഗ്ലീഷുകാരനായ ശ്രീമാൻ വേ ഇരിക്കുന്നു. ഇവിടെ വശത്തായിട്ടായിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്നു. അവൻ ഇവിടെ ഇരിക്കുന്നത് ഞാൻ ഇപ്പോൾ കണ്ടതേയുള്ളൂ. അവൻ ഇന്ത്യയിൽ നിന്നും വരുന്നു. അവൻ ഇംഗ്ലീഷുകാരനാണ്. അവന്റെ ഭാര്യ ഒരു രജിസ്റ്റേർഡ് നേഴ്സാണ്. നല്ല മനുഷ്യൻ. ഒരു ദിവസം ഞാൻ അവനോട് സംസാരിച്ചിരുന്നു. ഞാൻ യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞതിനെ അവൻ ഹൃദയത്തിൽ നീരസത്തോടെ എടുക്കുകയും അവനത് ചെയ്തപ്പോൾ അപ്പോൾ തന്നെ ശ്രോതാക്കടയിൽ മരിച്ചു വീഴുകയും ചെയ്തു. അവിടെ അവൻ മരിച്ചു കിടന്നു. അവന്റെ ഭാര്യ അവനെ പിടിച്ചു പരിശോധിച്ചു. അവന്റെ കണ്ണുകൾ, മുഖം കറുത്തിരുണ്ടു. അവന്റെ കണ്ണുകൾ ദുഷ്പ്രേരണ ചൊലുത്തുന്നതല്ല. അവന്റെ കണ്ണുകൾ പുറത്തേക്ക് ഉന്തി വന്ന് അവന്റെ തലയുടെ പിൻവശത്തേക്ക് തിരിഞ്ഞു. ഞാൻ പറഞ്ഞു, നിശ്ചലമായി നിൽക്കുക. നേരെ താഴെ അവൻ കിടന്നിടത്തേക്ക് നോക്കി. ഞാൻ ചിന്തിച്ചു, ഓ, അവിടെ ആ മനുഷ്യൻ മരിച്ചു കിടക്കുന്നു. താഴേക്ക് പോയി എന്റെ കൈ അവന്റെ മേൽ വെച്ചു. ഓ, ആ ഡെസ്ക് എത്രമാത്രം തണുപ്പുണ്ടായിരുന്നോ, അവൻ അത്രമാത്രം തണുത്തു കഴിഞ്ഞിരുന്നു. അവൻ പോയി കഴിഞ്ഞിരുന്നു. ശ്രീമതി വേയ് പറഞ്ഞു, ഓ ബ്രദർ ബ്രഹാം,
അദ്ദേഹം പോയി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പോയി. അവളുടെ പരമാവധി ഉച്ചത്തിൽ അവൾ കരയുന്നുണ്ടായിരുന്നു. ഞാൻ എന്റെ നോട്ടം മാറ്റി. ഞാൻ ജീവനും പുനരുത്ഥാനവും കണ്ടു. യേശു എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സഹോദരൻ വേ എഴുന്നേറ്റ് വന്നു. ഇന്ന് രാത്രിയിൽ അവൻ ഇവിടെ ഇരിക്കുന്നു. മരിച്ചവനെന്നും എഴുന്നേറ്റ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നു. അത് ശരിയാണ് ശ്രീമാൻ വേ. ജനങ്ങൾ കാണുന്നതിനായി താങ്കൾ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുമോ? ഇവിടെ ബിൽഡച്ചും ഇരിക്കുന്നു. അതെന്താണ്? എന്തുകൊണ്ടാണെന്നാൽ ലാസറിനെ ഉയർപ്പിച്ച അവനിലേക്ക് തന്നെ നമ്മൾ നോക്കിയതിനാലാണ്. അവൻ അന്നായിരുന്നത് പോലെ തന്നെ ഇന്നുമാകുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാകുന്നു. അതേ, അവന് മാറ്റമില്ല. ബ്ലെയർ എന്ന പേരോടുകൂടി ഒരു പ്രാസംഗികൻ ഇവിടെ എന്റെ മുന്നിലിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അവന്റെ കുഞ്ഞുമകൻ ഒരു അപകടമുണ്ടായി. അവന്റെ ഭാര്യ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ അവർ തുടയ്ക്കുന്നുണ്ട്. അവർ അവിടെ വെച്ച് എന്നെ ടെലിഫോണിൽ വിളിച്ചിട്ട് അവൻ പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞുമകൻ ഒരു കാറിൽ മലയിലൂടെ ഓടിച്ചു പോവുകയായിരുന്നു. അപ്പോൾ അവൻ ഇടിച്ചു ചതഞ്ഞിട്ട് അവന്റെ തലച്ചോറ് കലങ്ങി മറിഞ്ഞു പോവുകയും മറ്റും ചെയ്തിരിക്കുന്നു. അവൻ ഏകദേശം പോകാറായിരിക്കുന്നു. കട്ടിച്ച് ശ്വാസമെടുക്കുന്നുള്ളൂ. ചോദിച്ചു, താങ്കൾ പ്രാർത്ഥിക്കുമോ? ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പറഞ്ഞു, കർത്താവായ ദൈവമേ, ഞാൻ അവരോട് എന്ത് പറയണം? ഒരു ചെറിയ ബാലൻ പോകുന്നതും ഓടുകയും ഒരു കയറുപയോഗിച്ച് ആടുന്നതും അങ്ങനെ ഓടുന്നതും മറ്റും ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു, അവൻ സുഖപ്പെടാൻ പോകുന്നു. ഇന്ന് ഇവിടെ ഇതാ അവൻ ഇരിക്കുന്നു. ഇവിടെ അവരും ഇരിക്കുന്നു. എന്തുകൊണ്ടാണ്? കാരണം അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. നോക്കൂ, നിങ്ങൾ അവനെ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന എന്താണ്? ഞാൻ അതേ സൗഖ്യദായകനെ കാണുന്നു. ആമേൻ. ഗലീലയിൽ നടന്നിരുന്നവനെ തന്നെ ഞാൻ കാണുന്നു. ഞാൻ അവനെ അവന്റെ ശക്തിയാൽ കാണുന്നു. അവസാന സമയത്തിന് തൊട്ട് മുൻപ് പ്രദർശിപ്പിക്കുന്ന ഒരു ചിഹ്നമായ ഹൃദയത്തിന്റെ ഭാവങ്ങളെ വിചാരങ്ങളെ വെളിപ്പെടുത്തുന്നവനായി ഞാൻ അവനെ കാണുന്നു. അവൻ ഇന്ന് എന്താണെന്നുള്ളത് ഈ ശ്രോതാക്കളിലൂടെയും രാജ്യമെമ്പാടും പോയി നമുക്ക് എങ്ങനെയെല്ലാം പറയാനാകും? ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അടിമത്വത്തിന്റെ സമയത്ത് ഒരിക്കൽ വൃദ്ധനായ ഒരു നീഗ്രോ പറഞ്ഞതുപോലെയാണ്. ഒരു നാൾ അവൻ ചുറ്റിനും വന്നു. അവൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, ഞാൻ ഇപ്പോൾ സ്വതന്ത്രനാണ്. അങ്ങനെ അവൻ മറ്റടിമകളോടും പറയുകയായിരുന്നു. ആ അടിമ പറഞ്ഞു, ആ കാര്യം മുതലാളിയുടെ അടുക്കലെത്തി. അപ്പോൾ ആ മുതലാളി വിളിച്ചു, സാം ഇവിടെ വരൂ. പറഞ്ഞു, നീ അവിടെയുള്ള മറ്റടിമകളോട് പറയുന്നത് എന്താണ്? അവൻ പറഞ്ഞു, മുതലാളി, ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു. ചോദിച്ചു, നീ സ്വതന്ത്രനായത് എങ്ങനെയാണ്? അവൻ പറഞ്ഞു, ഞാൻ പാപത്തിന്റെയും മരണത്തിന്റെയും ന്യായപ്രമാണത്തിൽ സ്വതന്ത്രനായിരിക്കുന്നു. കാരണം യേശു ക്രിസ്തു എന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. അവൻ പറഞ്ഞു, സാം, നീ അത് അർത്ഥമാക്കുന്നു? അവൻ പറഞ്ഞു, അതെ. പറഞ്ഞു, അതിനെപ്പറ്റി നീ നിന്റെ സഹോദരന്മാരോട് പറയാനായി, നിന്നെ സ്വതന്ത്രനാക്കാനായി ഞാൻ അവിടെ പോയി ഒപ്പിടാൻ പോകുന്നു. ആ വൃദ്ധനായ മനുഷ്യൻ വർഷങ്ങൾ പ്രസംഗിച്ചു. അവസാനം ഒരു ദിവസം അവന്റെ വാതിൽക്കൽ അവനെത്തി. അവന്റെ ഈ ജീവിതത്തിൽ നിന്നും വേർപെടേണ്ട സമയമെത്തി. അവന്റെ കിടക്കയിൽ കുറച്ച് ദിവസങ്ങൾ ഒരു ബോധക്ഷയത്തിലായി കിടക്കുമ്പോൾ അവനെ കാണാനായി അവന്റെ വളരെയേറെ വെള്ളക്കാരായ സഹോദരന്മാർ അവനടുക്കൽ വന്നു. അവനോട് ഗുഡ് ബൈ പറയാനായി വന്നു. കാരണം അവൻ ക്രിസ്തുവിന്റെ ഒരു വീര പടയാളിയായിരുന്നു. അവൻ അവിടെ കിടക്കയിലായിരിക്കുമ്പോൾ അവന് ബോധം വീണു. ചുറ്റും നോക്കിയിട്ട് അവൻ ചോദിച്ചു, മോസേ, നീയല്ലേ? അഥവാ സാം, നീ ഇതുവരെയും പോയില്ലേ? ഇല്ല. പറഞ്ഞു, എനിക്ക് തിരികെ വരണമായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ അവിടെ ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പറഞ്ഞു, ഞാനത് സ്വപ്നം കണ്ടതായിരിക്കാം. പറഞ്ഞു, ഞാൻ അവിടെ ആയിരുന്നു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ പറഞ്ഞു, ഒരു ദൂതൻ എന്നെ വാതിൽക്കോളം കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ പറഞ്ഞു, ഒരു ദൂതൻ കടന്നു വന്ന് പറഞ്ഞു, സാം, വരൂ, നിന്റെ കിരീടമെടുക്കൂ, വരൂ, നിന്റെ നിലയങ്കെടുക്കൂ. അവൻ പറഞ്ഞു, എന്നോട് കിരീടത്തെയും നിലയങ്കയും പറ്റി പറയരുതേ. ഇവിടെ നിന്നുകൊണ്ട് എന്നെ 1,00,000 വർഷങ്ങളിലേക്ക് അവന്റെ മുഖത്തേക്ക് മാത്രം നോക്കാൻ അനുവദിച്ചാലും. അവനിൽ അവൻ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സ്വതന്ത്രനാക്കുന്നവനെ കണ്ടു. അവനിലേക്ക് വന്നിരുന്ന ക്ലേശങ്ങളും പ്രയാസങ്ങളും തടുക്കുന്നവനായി അവനെ കണ്ടു. ഓ ദൈവമേ, കഴിഞ്ഞ പ്രഭാതത്തിൽ ഞാൻ എന്റെ കിടക്കയിൽ കിടക്കുകയായിരുന്നു. ഞാൻ സാധാരണ ചെയ്യാറുള്ളത്, നിങ്ങൾ എന്റെ ജീവചരിത്രം അറിയുന്നു. എനിക്കൊരു പ്രായമായ നായുണ്ടായിരുന്നു. അവനെ ഞങ്ങൾ ഫ്രിഡ്സ് എന്ന് വിളിച്ചിരുന്നു. അവൻ എന്നെ സ്കൂൾ വരെ എത്തിക്കുമായിരുന്നു. വഴിയിലുള്ള നീളം ഒപ്പോസങ്ങളും മറ്റും ഒളിച്ചിരിക്കുമായിരുന്നു. അതേ, ഞാൻ അവനെല്ലാ പ്രഭാതത്തിലും കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. ഒരു തടിയിലുണ്ടാക്കിയിരുന്ന പഴയ വീടിന്റെ മുകളിലേക്ക് ഞാൻ പടികളിലൂടെ കയറിയിട്ട് അവൻ താഴ്വശത്തുള്ള പൊത്തിലേക്ക് നോക്കി കുരയ്ക്കുന്നത് കാണുമായിരുന്നു. അവൻ എന്നോട് ഒരിക്കലും കളവ് ചെയ്തിട്ടില്ല. എപ്പോഴും അവനോടൊപ്പം ഞാൻ പോയിരുന്നു. എനിക്കായി അവന് എന്തെങ്കിലുമൊക്കെ കരുതിയിരിക്കും. നിങ്ങൾക്കറിയാമോ, ഈ വരും ദിവസങ്ങളിലൊന്നിൽ അവിടെ കാനിയോനിൽ വെച്ച് അവൻ കുരയ്ക്കുന്നത് ഞാൻ കേൾക്കാൻ പോകുന്നു. ഞാൻ അവിടേക്ക് പോയിട്ട് അവൻ എന്ത് കിട്ടിയിരിക്കുന്നു എന്ന് നോക്കാൻ പോവുകയാണ്. അത് ശരിയാണ്. സഹോദര, ശ്രദ്ധിക്കൂ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ യേശുവിലേക്ക് നോക്കുമ്പോൾ ഒരേ ഒരു കാര്യമേ നിങ്ങൾ കാണാൻ കഴിയൂ. അത് ഇന്നലെയും
ഇന്നും എന്നേക്കും അനന്യായ ദൈവം അവനിലായിരിക്കുന്നതാണ്. അവൻ അന്ന് ചെയ്തിരുന്നത് പോലെ നമുക്ക് വേണ്ടി ചെയ്യുന്നതിനായി ഇന്ന് രാത്രി ഇവിടെയായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലകളെ നമുക്ക് ഒരു നിമിഷത്തെ കുമ്പിടാം, പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഇവിടെയുള്ള ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ബ്രദർ ബ്രഹാം, എന്നോട് കൃപാലുവായിരിക്കാനായി ദൈവത്തോട് അപേക്ഷിക്കണം. ഞാൻ അവനെ വ്യത്യസ്തമായി നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവനെ നോക്കി ഊഹിച്ചുകൊണ്ടിരുന്നു, ഞാൻ അവനെ നോക്കി അതിശയിച്ചുകൊണ്ടിരുന്നു, ഞാൻ അവനെ നോക്കി ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. വാസ്തവമായും അവൻ എനിക്കായി കരുതുന്നുണ്ടോ? അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അവനെ കുറിച്ച് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം അത് സത്യമാണോ? അത് സത്യമാണെങ്കിൽ ഞാനത് അറിയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ അതെനിക്ക് വെളിപ്പെടുത്താൻ നീ അവനോട് പറയുമോ? നിങ്ങൾ നിങ്ങളുടെ കൈ ഉയർത്തുമോ? കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അത് നന്നായിരിക്കുന്നു, എല്ലായിടത്തുമുണ്ട്. വിലയേറിയ കർത്താവേ, നിന്നെക്കുറിച്ച് അവിടെ വളരെയേറെ എഴുതിയിരിക്കുന്നു. നീ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്ന് രാത്രി കർത്താവെ, ഞങ്ങൾ നോക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കാണാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ ചെയ്തിരുന്ന പ്രവൃത്തികൾ തന്നെ ഞങ്ങളും ചെയ്യുമെന്നും നീ നിന്റെ വചനത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവസാന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ രൂപത്തിലായി നീ ഇവിടെ ഭൂമിയിലേക്ക് മടങ്ങി വരുമെന്നും സഭ മുഴു ശക്തിയിലായി പരിശുദ്ധാത്മാവിനാൽ നിറയുമെന്നും നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നീ പറഞ്ഞു, കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകം നോക്കിയിട്ടും ഒരു പ്രയോജനവുമില്ല, കാരണം അവരത് കാണില്ല, എന്നാൽ നിങ്ങളത് കാണും. കാരണം ഞാൻ നിങ്ങളിലും നിങ്ങളോടൊപ്പവും കത്തി എരിയിക്കുന്ന ആൾ വരെ ഉണ്ടാകും. കർത്താവായ യേശുവേ, ഒരു മനുഷ്യന് ഇപ്പോഴും നോക്കാനുള്ള ഒരു അവസരമുണ്ടായിരിക്കെ അവരിന്ന് രാത്രിയിൽ നോക്കിയിട്ട് അവനെ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ കാണാനിടയാകട്ടെ. അവൻ മരിച്ചിട്ടില്ല, അവൻ എന്നേക്കും ജീവിക്കുന്നു. അവനെ ഏറ്റുപറയുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ തയ്യാറാണ്. ഇതനുവദിക്കണം കർത്താവെ. ഈ ചോദിച്ച സകല അപേക്ഷകളും അനുവദിക്കാൻ ഇടയാക്കണമേ പിതാവേ. ഈ കാര്യങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുവദിച്ചാലും ആമേൻ. ഇപ്പോൾ ഇത് രോഗികൾക്ക് പ്രാർത്ഥിക്കാൻ സമയമാണ്. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് ദൈവം ഉത്തരം നൽകുമെന്ന് വിശ്വസിക്കുക. ഇപ്പോൾ വളരെ പ്രാർത്ഥനാ കാർഡുകൾ ബില്ലിൽ കൊടുത്തിരിക്കുന്നു എന്ന് എന്നോട് അവൻ പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നു അത് ബി ആയിരുന്നോ? ബികൾ. ശരി, നമുക്ക് സമയമില്ല. ഞാൻ അല്പം സമയം കൂടുതൽ എടുത്തിരിക്കുന്നു, എന്നോട് ക്ഷമിക്കൂ. എനിക്ക് അല്പ നിമിഷങ്ങൾ കൂടെ മതി. ബി. കഴിഞ്ഞ രാത്രിയിൽ നാം ഇവയെ എവിടെ വെച്ചാണ് നിർത്തിയത്? എവിടെയാണ് നാം നിർത്തിയിരുന്നത്? കഴിഞ്ഞ രാത്രിയിൽ നാം എവിടെ വെച്ചാണ് നിർത്തിയത്? ഓ, എല്ലാം എടുത്തിരുന്നോ? കൊള്ളാം. എങ്കിൽ പിന്നെ നാം ബി നമ്പർ 1 തുടങ്ങാം. ശരി, നമ്പർ 1 ആരാണ്? 3, 4, 5. ഇപ്പോൾ ആരും ശ്രദ്ധിക്കൂ. പെട്ടെന്ന് നിങ്ങൾ ഒരാൾ ബില്ലി താഴേക്കിറങ്ങും, കാരണം ഇനിയും നമ്മുടെ പക്കൽ സമയമില്ല. നാം ഇങ്ങനെ സമയമെടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ അവർ ബധിരരായിട്ട് കേൾക്കാനാകില്ല, അതല്ലെങ്കിൽ എഴുന്നേൽക്കാൻ കഴിയാതെയോ അങ്ങനെയോ മറ്റെന്തെങ്കിലും ആകാം. അവരെന്താ? നാം നമ്പർ 1, 2, 3, 4, 5. ശരി, നിങ്ങൾ കഴിയുമെങ്കിൽ മുന്നിലേക്ക് കടന്നു വരൂ. അവിടെ 1, 2, 3, 4. അത് കൊള്ളാം. എന്നോട് ക്ഷമിക്കണം സാർ. 6, 7, 8, 9, 10. അവരിപ്പോൾ നിൽക്കട്ടെ. 6, 7, 8. ഇപ്പോൾ ആരെങ്കിലും? 8, 9, 10, 8, 9. ശരി, 1, 2, 3, 4, 5, 7, 8, 9, 10. 10 to 15 stand up. And B's. Well, that's all the cards is out. 15. Or 15 to 20 stand up. 1 to 20 in prayer cards. Take your place over here. ശരി, 10 മുതൽ 15 വരെ എഴുന്നേൽക്കൂ. ബിയിലേത്? അതെ, ആ കാർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. 15. ശരി, 15 മുതൽ 20 വരെ എഴുന്നേൽക്കൂ. പ്രാർത്ഥനാ കാർഡിൽ 1 മുതൽ 20 വരെയുള്ളവർ നിങ്ങൾ ഇവിടെ വന്നാലും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19. അത് തന്നെ, 20 മുതൽ 25 വരെ. ഒരു പ്രാർത്ഥനാ കാർഡുമില്ലാത്ത എത്രപേരുണ്ട്? നിങ്ങൾ അപ്പോഴും അവനെ വിശ്വസിക്കുക. അവർ കടന്നു വന്നു, അവരുടെ സ്ഥാനത്തിൽ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ 25 പേരും, ആദ്യത്തെ 25 പേർ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ബൈബിളിൽ എബ്രായരുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനാകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നോ? നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവൻ. ഈ ദിവസം നാം ഒന്നും ചെയ്യാതിരിക്കാൻ പോവുകയാണോ? നമ്മുടെ മഹാനായ മഹാപുരോഹിതൻ നമ്മളിൽ തന്നെ അവനെ പ്രകടമാക്കിയ ശേഷവും പിന്നെയും നാം ഒരു തടഞ്ഞു കളഞ്ഞ മൃഗത്തെ ഓടിച്ചു വിട്ടതുപോലെ ഇരിക്കുകയാണോ? ഇല്ല സാർ. ഏതൊരു പോരാട്ടത്തിനും ഒരു ഹൃദയം വേണമെന്നതുപോലെ നമുക്ക് എഴുന്നേറ്റത് ചെയ്യാം. അവഗണിച്ചു കളഞ്ഞൊരു മൃഗത്തെ ഓടിച്ചു വിട്ടതുപോലെ ഇരിക്കരുത്. ഒരു വീരനായിരിക്കുക. ജനങ്ങളായ നിങ്ങൾ ഈ വിധത്തിൽ നോക്കിക്കൊണ്ട് വിശ്വസിക്കൂ. അവൻ എന്തു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്ന് തിരുവഴുത്തിലേക്ക് നോക്കൂ. ശരി, നമ്മൾ ഇനി സമയമെടുക്കുന്നില്ല. നാം ഇപ്പോൾ തന്നെ പ്രാർത്ഥനാ നിര തുടങ്ങാൻ പോവുകയാണ്.
നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഇതിപ്പോൾ നിന്റെ കൈകളിലാണ്, ഞാൻ നിന്റെ കൈകളിലാണ്. കർത്താവേ, നീ പറഞ്ഞ വചനം നീ എടുത്ത് സൊദോമിന്റെ നാൾക്കളിൽ ആയിരുന്നതുപോലെ അതാണ് ഇന്ന് രാത്രിയിൽ ഞാൻ പ്രതിപാദിച്ചത്. വിശുദ്ധ യോഹന്നാൻ 14:12 നീ പറഞ്ഞിരിക്കുന്നു, പോകാറായപ്പോൾ നീ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നീ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നത് അവനും ചെയ്യും. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാരോട് സംസാരിച്ചിട്ട്, അഥവാ പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് അവന്റെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവൻ വചനമാകുന്നു. പ്രവാചകന്മാർ വന്നിരുന്നു എന്ന് നാം അറിയുന്നു. ആത്മാവ് അവരുടെ മേൽ വരികയും ആ വചനത്തെ ആ തലമുറയ്ക്ക് വേണ്ടി ജീവിപ്പിക്കുകയും ചെയ്തിരുന്നു. രാജാക്കന്മാരെ ശപിച്ചും ന്യായവിധി കൊണ്ടുവന്നും നീതിമാന്മാരെ പുറപ്പെടുവിച്ചും നഷ്ടപ്പെട്ടവരെ രക്ഷിച്ചും ആ വചനം വന്നത് പ്രവാചകന്മാരുടെ അടുക്കലായിരുന്നു. ഇപ്പോൾ ഈ അവസാന ദിവസത്തെ കർത്താവേ, നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നീ പറഞ്ഞു, സൊദോമിന്റെ നാൾക്കളെന്ന പോലെ ആയിരിക്കും. പുറത്തേക്ക് വിളിക്കപ്പെട്ട ചെറിയ കൂട്ടർ അബ്രഹാം ദിവസത്തിന്റെ ഉച്ചനേരത്ത് അവിടെ ഇരിക്കുകയായിരുന്നു. പിതാവേ, ഇന്ന് ഞങ്ങൾ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കുമ്പോൾ ഞങ്ങൾ കൃത്യമായും സൊദോമിനെ കാണുന്നു. ജാതികൾ വഴിപിഴച്ച് ശീതോഷ്ണവാന്മാരായിരിക്കുന്നു. മാത്രമല്ല, ഈ 3 ദൂതന്മാരും അബ്രഹാമിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതും ഞങ്ങൾ കാണുന്നു. ലോത്തിനെ അവരെ പുറത്തേക്ക് വിളിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരിൽ 2 പേർ ശീതോഷ്ണ സഭയിലേക്ക് പുറപ്പെട്ടു പോയി. ഒരു നൂതന ബലിഗ്രഹം അവരെ പുറത്തേക്ക് വിളിക്കുന്നതിനായി 2 പേർ അവിടേക്ക് പോയി. ഒരു അത്ഭുതാശ്ചര്യവുമില്ല. അവരുടെ കണ്ണുകളെ മാത്രം കുരുടാക്കി സുവിശേഷം പ്രസംഗിക്കുന്നതിനാൽ അതുണ്ടാകുന്നു. എന്നാൽ പുറത്തു വിളിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടവരെ സൂചിപ്പിക്കുന്നു. സൊദോമിലല്ലാതിരുന്നതോടൊപ്പം അവരിൽ ഒരുവൻ അവിടെ അബ്രഹാമിന്റെ കൂട്ടരോടൊപ്പം നിന്നു. ഇന്നത്തെ അബ്രഹാമിന്റെ സന്തതി, യഥാർത്ഥ സഭ, സൊദോമിന്റെ വെളിയിലായി ജനിച്ചിരുന്നവർ. അവരോട് ഈ മനുഷ്യൻ സംസാരിക്കുമ്പോൾ ചോദിച്ചു, നിന്റെ ഭാര്യ സാറ എവിടെയാണ്? പറഞ്ഞു, അവൾ നിന്റെ പിന്നിൽ കൂടാരത്തിലുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ജീവോത്പാദന സമയമാകുമ്പോഴേക്കും ഞാൻ നിന്നെ സന്ദർശിക്കുന്നതാണ്. അപ്പോൾ അവൾ ചിരിച്ചു. അവൻ ചോദിച്ചു, സാറ ചിരിച്ചതെന്താണ്? അവൾ ഇരുന്നിടത്തുനിന്നും അവൻ തന്റെ പിൻഭാഗം തിരിച്ചു വെച്ചുകൊണ്ട് അവൾ എന്താണ് പറയുന്നതെന്നും അവളുടെ ഉള്ളിൽ എന്താണ് നിരൂപിക്കുന്നതെന്നും ഹൃദയവിവേചനം ചെയ്തു. നസ്രേനായ യേശു ദൈവപുത്രൻ അവന്റെ വചനത്തിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നു, ആ ദിവസത്തിലായിരുന്നത് പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിലുമാകും. പിതാവേ, ഇതൊരു വിചിത്രമായ കാര്യമായിരിക്കുന്നു. എല്ലാ കാലത്തിലൂടെയും ഹാം എച്ച് എന്ന് പേരിന്റെ അവസാന അക്ഷരത്തോടു കൂടിയ ഒരു പരിഷ്കർത്താവും ഇന്നുവരെ അവിടെ സൊദോമിലേക്ക് പോയിട്ടില്ല. നിന്റെ ദാസനായ ബില്ലിഗ്രഹാം അവിടെ സൊദോമിൽ അവന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഇപ്പോൾ പിതാവേ, ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന അബ്രഹാമിന്റെ സന്തതികളെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന വിലയേറിയ പുത്രന്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ. ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഈ അടയാളം വീണ്ടും ചെയ്യാനായി ദൈവം ജഡത്തിൽ പ്രത്യക്ഷനാകുകയും അത് കഴിഞ്ഞ ഉടൻ വാഗ്ദത്തം ചെയ്തിരുന്ന പുത്രൻ അരങ്ങിൽ വരികയും ചെയ്യും. ദൈവമേ, അബ്രഹാമിന്റെ സന്തതിയെ ഞങ്ങൾ 2000 വർഷങ്ങൾ കൊണ്ട് കാത്തിരിക്കുന്നു. അനേകർ നിദ്രയിലാകുന്നു. ഇത് 7ാം യാമമാകുന്നു. ആ ആർപ്പുവിളി ഏതു നേരത്തും ഉണ്ടാകാനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇതാ മണവാളൻ വരുന്നു. പിതാവേ, ഇന്ന് രാത്രി അനുവദിച്ചാലും അതിനാൽ ജനങ്ങളുടെ ഗ്രഹണശക്തിയും തുറന്നു വരികയും പുത്രന്റെ വരവിന് തൊട്ട് മുമ്പായി ഈ അടയാളം വാഗ്ദത്തം ചെയ്തിരുന്നു എന്നവർ കാണാനിടയാകട്ടെ. താമ്രസർപ്പം ക്രിസ്തുവിനെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ അവന്റെ വരവിന്റെ അടയാളവും പുത്രന്റെ വരവും പ്രാകൃതമായും അബ്രഹാമിന്റെ രാജകീയ സന്തതി യേശുവിന്റെ വരവിനെ ഇന്ന് ആത്മീയമായി സൂചിപ്പിക്കുന്നു. കർത്താവേ, ഇത് അനുവദിച്ചാലും ഞങ്ങളിത് യേശുവിൻ നാമത്തിൽ ചോദിക്കുകയും ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ആമേൻ. രോഗികൾക്കായി പ്രാർത്ഥിക്കും മുമ്പ് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ദാനത്തെക്കുറിച്ച് അനേകർക്ക് തെറ്റായ ഒരു ധാരണയാണുള്ളത്. ദാനമെന്നാൽ ഞാൻ ഇവിടെ പോയി ഇതെടുക്കും, ഞാൻ അതിനെ എടുത്ത് ഞാനിത് ചെയ്യും എന്ന് പറയാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് തരുന്ന എന്തെങ്കിലുമല്ല. അതൊരു ദാനമല്ല. അനേക ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു. എന്നാൽ അവർ തെറ്റായി അനുകരിക്കുകയാണ്. ദൈവത്തിന്റെ ഒരു ദാനമെന്നാൽ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാനായി നിങ്ങളെ ആ വഴിയിൽ നിന്നും എങ്ങനെ മാറ്റാം എന്നറിയുന്നതിനാണ്. ഒരു ദാനമെന്നാൽ എല്ലാം കൂടി അതാണ്. കാണുന്നു, നിങ്ങളിൽ തന്നെ സ്വയം ആയിരിക്കുന്നിടത്തോളം സ്വയം യേശു തന്നെ അത് പറഞ്ഞിട്ടില്ലേ? മനുഷ്യപുത്രന് സ്വതേ ഒന്നും. വിശുദ്ധ യോഹന്നാൻ 5:19 ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു,
പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. സകല മുടന്തരും മറ്റുമായി കിടന്നിരുന്ന കുളത്തിനരികിലൂടെ അവൻ കടന്നു പോവുകയായിരുന്നു. അവരിൽ മൂത്രപിണ്ഡമണിയിൽ രോഗം ബാധിച്ചിരുന്നവനോ അതോ ഏതോ ഒരു രോഗം ബാധിച്ചിട്ട് വളർച്ച മുരടിച്ചു പോയവരോ മാത്രം സൗഖ്യമാക്കി. അവൻ പറഞ്ഞു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. അവൻ പറഞ്ഞു, ഇത് ഞാനല്ല, പ്രവൃത്തികൾ ചെയ്യുന്നത് അത് എന്നിൽ വസിക്കുന്ന പിതാവത്രേ, അവനാണ് പ്രവൃത്തികൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരായ നിങ്ങൾ ഒരു മനുഷ്യരിലേക്ക് നോക്കാൻ ധൈര്യപ്പെടരുത്. നിങ്ങൾ ക്രിസ്തുവിലേക്ക് നോക്കുക, അവനാണ് ആ ഒരുവൻ. എന്നാൽ അവസാന ദിവസങ്ങളിൽ അവിടെ അവൻ സൊദോമിൽ ചെയ്തതുപോലെ സ്വയം ജഡത്തിൽ പ്രത്യക്ഷനാകുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ജഡവും എന്റെ ജഡവും നമ്മുടെ ഹൃദയങ്ങളെയും തുറന്ന് നമ്മുടെ സ്വന്തം ചിന്തകളിൽ നിന്ന് ദൂരമായിട്ട് ഇന്ന് രാത്രിയിൽ വചനം പറയപ്പെട്ടിരിക്കുമ്പോൾ നമ്മിൽ പ്രവർത്തിക്കുന്നതിന് അനുവദിച്ചാൽ നാം ദൈവത്തിന്റെ മഹത്തായ ദാനമായ അവന്റെ ആത്മാവ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായി വരുന്നത് നാം കാണും. വളരെ ആദരവോടിരിക്കുക, ആരും എഴുന്നേറ്റ് പോകരുത്. വളരെ ശാന്തരായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ അതിനെ അഭിനന്ദിക്കും എന്നെനിക്ക് തീർച്ചയാണ്. ഇതൊരു കബളിപ്പിക്കലാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രസംഗവേദിയിലേക്ക് കടന്നു വരാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ആരായാലും നിങ്ങൾ അതിനെ ഭയപ്പെടുന്നു എങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് യാതൊന്നും തന്നെ പറയരുത്. ദൈവവചനത്തെ പ്രസിദ്ധമാക്കാനായി ഇവിടെയുള്ള ഓരോ ആത്മാവിനെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ അധീനതയിലെടുക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 4-ാം അധ്യായത്തിലെ ചിത്രം പോലെ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നു. ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ കണ്ടുമുട്ടുന്നു. ഇത് ആദ്യ പ്രാവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് നിങ്ങളെ അറിയില്ല. പത്രങ്ങളിലൂടെയും കേട്ടുകേൾവിയിലൂടെയും ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെ അറിയാമായിരിക്കും. എന്നാൽ എനിക്ക് നിങ്ങളെ അറിയില്ല. അത് നിങ്ങൾക്കറിയാം. ഒരിക്കൽ നമ്മുടെ കർത്താവ് കിണറ്റിൻകരയിൽ വെച്ച് ഒരു സ്ത്രീയെ കണ്ടുമുട്ടിയതുപോലെ നാം ഒരാളിന് മറ്റേയാൾ അപരിചിതരാണ്. ഒരു സ്ത്രീയും ഒരു പുരുഷനും കണ്ടുമുട്ടി സംസാരിക്കുന്നു. എന്നാൽ നമ്മുടെ ചില സഹോദരന്മാരെ പോലെ ഞാൻ കടന്നു വന്നിട്ട് പറയുകയാണ്, ദൈവം എനിക്ക് രോഗസൗഖ്യത്തിന്റെ ദാനം നൽകിയിട്ടുള്ളത്. രോഗസൗഖ്യത്തിന്റെ ദാനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? രോഗസൗഖ്യത്തിലുള്ള വിശ്വാസം. നോക്കൂ, ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ സ്വതന്ത്രമാക്കുന്നു. രോഗസൗഖ്യത്തിന്റെ ദാനം എന്നാൽ അതാണ്. എല്ലാവർക്കും നോക്കൂ, ഓരോ ദൈവദാസനും രോഗസൗഖ്യത്തിന്റെ ദാനം ഉണ്ടായിരിക്കണം. നിങ്ങളെ സൗഖ്യമാക്കുന്ന ശക്തി നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവാകുന്നു. അതിന്റെ പരിഹാര മാർഗത്തിൽ തന്നെ നിങ്ങൾ അതിനെ പോകാൻ അനുവദിക്കുന്നു. അത്ര തന്നെ. വൃക്ഷത്തിലുള്ള ജീവൻ എന്നതുപോലെയാണ്. ആപ്പിളുകൾ കായ്ക്കേണ്ടതിന് നിങ്ങൾക്ക് മരത്തിന്റെ ഉള്ളിലേക്ക് ആപ്പിളുകൾ ഇട്ടുകൊടുക്കേണ്ടതില്ല. അത് നിലത്ത് നട്ടിരിക്കുന്നതിനാൽ അത് കുടിക്കുകയും ആപ്പിളുകളെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അതേ വിധത്തിൽ തന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്നു. അത് നിങ്ങളുടെ ഉള്ളിലാകുന്നു. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ അറുതി വരാത്ത ഉറവിൽ നിന്ന് കുടിക്കുകയും അത് ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങളെ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിവിടെ നിൽക്കുന്നു. അത് ദൈവം അറിയുന്നു. നിങ്ങൾ ഒരു സമ്പൂർണ്ണ അപരിചിതയാണ്. ഇപ്പോൾ ഞാൻ പോയി നിങ്ങളുടെ മേൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്, സഹോദരി, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ പോകുന്നു. നിങ്ങളത് വിശ്വസിക്കുകയും അത് മതിയാവുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ അവൻ കടന്നു വന്നാൽ നോക്കൂ, അത് കടന്നുപോയ നാൾക്കളിൽ പിന്നിലെ പെന്തക്കോസ്ത് നാളുകളായിരുന്നു. നാം ഇപ്പോൾ അതിനേക്കാൾ മുന്നിലാണ് ജീവിക്കുന്നത്. നാം പെന്തക്കോസ്തിനേക്കാൾ കൂടുതൽ മുന്നറിയിട്ട് നാം മെത്തഡിസ്റ്റും ലൂഥറിനെയും പോലെയാകുന്നു. നാം കർത്താവിന് വരവനായി വഴിയിലൂടെ ഏറ്റവും മുകളിലായി അവിടെ സ്വയം യേശു ക്രിസ്തു കൈകാര്യം ചെയ്തിരുന്ന മിനിസ്ട്രിയെ പോലെ കൃത്യമായും അതുപോലെയുള്ളതിലായിരിക്കുന്നു. പിരമിഡിലെ തലക്കല്ല് പോലെ ഓരോ കല്ലും സമ്പൂർണ്ണമായി യോജിക്കുമ്പോഴും അതത്രയേറെ മൂർച്ച കൂട്ടേണ്ടതാകുന്നു. തലക്കല്ലിനെ സ്വീകരിക്കാനുള്ള ആ അവസ്ഥയിലേക്ക് സഭ കടന്നു വരേണ്ടതും പിന്നെ ശരീരം ഉയർത്തെഴുന്നേറ്റ് സകല പുനരുത്ഥാനത്തിൽ കടന്നു പോവുകയും ചെയ്യും. നിങ്ങളത് വിശ്വസിക്കുമോ? ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ കാര്യങ്ങൾ സത്യമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ ചെയ്തു പോയ എന്തെങ്കിലും കർത്താവായ യേശുവിനോട് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടിരുന്നിട്ടോ ചെയ്യാത്ത ഒന്ന്, നിങ്ങളുടെ കുഴപ്പങ്ങളിലൊന്ന്, അതല്ലാതെ എന്ത് തന്നെയായാലും, സാമ്പത്തികം, കുടുംബപരം, എനിക്കറിയില്ല, അതെന്തായാലും നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ അവന്റെ ദാസനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളൊരു ക്രിസ്ത്യാനിയാണ്. നോക്കൂ, നിങ്ങളുടെ ആത്മാവുമായി സമ്പർക്കം ചെയ്യാനാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നോക്കൂ, ആ വിധത്തിലാണ് അവൻ കിണറ്റിൻകരയിൽ വെച്ചത്. അവൻ പറഞ്ഞു, എനിക്ക് കുടിപ്പാൻ തരിക. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണ്. നിങ്ങളൊരു വിശ്വാസിയാകുന്നു. അത് ശരിയാണ്. കിട്ടുന്ന വാഹനത്തിൽ കയറി സൗജന്യമായി യാത്ര ചെയ്യുന്ന ഒരാളെ പോലെ അല്ല ഒരു വിശ്വാസി. ശരി, നിങ്ങളുടെ കുഴപ്പം, നിങ്ങളുടെ പ്രധാന കുഴപ്പം നിങ്ങളുടെ കഴുത്തിലാണ്. നിങ്ങളുടെ കഴുത്തിന്റെ പിൻഭാഗത്ത് നിങ്ങൾക്കൊരു വളർച്ചയുണ്ട്. ആ വളർച്ച നിങ്ങൾക്ക് സമ്മർദ്ദമുളവാക്കുന്നു. അത് നിങ്ങളുടെ കണ്ണുകളിലൂടെ ഒഴുക്കുകയും മറ്റും ചെയ്യുന്നു. അത് ശരിയല്ലേ? അത് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നതാകുന്നു. ഇത് ശരിയാണ്. നിങ്ങളത് വിശ്വസിക്കുമെങ്കിൽ അത് വിട്ടുപോകും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പോകുക. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് സാർ? എനിക്ക് നിങ്ങളെ അറിയില്ല. നാം ഒരാൾ മറ്റേയാൾക്ക് അപരിചിതരാണ്. യേശു ക്രിസ്തു ഇന്നും എന്നേക്കും അനന്യനാണ്.
എനിക്ക് സ്വയം ഒന്ന് വിശ്രമിക്കാനായാൽ അത്രയധികമായി പരിശുദ്ധാത്മാവിന് എന്റെ ചുണ്ടുകളെയും എന്റെ കണ്ണുകളെയും ഉപയോഗിക്കാനായിട്ട് ഇപ്രകാരം നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടോ? തീർച്ചയായും നിങ്ങളിലെ ചില ഭാഗങ്ങൾ, നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങൾ നിങ്ങൾക്ക് നിഷ്ക്രിയമാക്കേണ്ടതുണ്ട്. നിങ്ങൾക്കൊരു ബോധമനസ്സും ഒരു ഉപബോധ മനസ്സും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഒന്നാമത്തെ ബോധമനസ് ഇവിടെയാണ്, പിന്നെ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇവിടെയും. ഒരു സ്വപ്നത്തിനായി ഇവിടേക്ക് പോകാൻ നിങ്ങൾക്ക് നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളെയും നിഷ്ക്രിയമാക്കണം. എന്നാൽ നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങൾ എന്താണ് സ്വപ്നം കണ്ടതെന്ന് നിങ്ങൾ ഓർക്കുവോളം നിങ്ങളിൽ അതൊരു ഉത്ബോധം നൽകിക്കൊണ്ടിരിക്കും. ഇപ്പോൾ മുൻകൂട്ടി പറയുന്നവർ, പ്രവാചകന്മാർ, അവരുടെ ഉപബോധ മനസ്സ് ഇവിടെയല്ല, അത് നേരെ ഇവിടെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളുടെയും പുറത്തു വരേണ്ടതില്ല. നിങ്ങൾ നിൽക്കുമ്പോൾ തന്നെ സ്വപ്നം കാണും. നിങ്ങൾക്കൊരു സ്വപ്നം പറയാനാകും. ഞാൻ പറയുകയാണ്, എനിക്കായിട്ടൊരു സ്വപ്നം കാണും. നിങ്ങൾക്കത് ചെയ്യാനാകില്ല. അതുപോലെ തന്നെ എനിക്കും നിങ്ങൾക്കായി ഒരു ദർശനം കാണാനാകില്ല. അത് ചെയ്യുന്നതിന് ദൈവത്തെ എടുക്കണം. എന്നാൽ എനിക്കത് കാണാനായി ഉറങ്ങാൻ പോകേണ്ട ആവശ്യമില്ല. എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ അത് കാണാനാകും. അത് ദൈവത്തിന്റെ ഒരു ദാനമാണ്. എന്റെ ഒന്നാമത്തെ ബോധത്തെ വഴി നിന്നും മാറ്റാനായാൽ ദൈവത്തിന് എന്തെങ്കിലും പറയാനുണ്ട് എങ്കിൽ അവൻ മറ്റേ ബോധത്തെ ഉപയോഗിക്കും. അത് അവനിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ദൈവത്തിന്റെ സഹായത്താൽ എനിക്ക് കഴിയുമെങ്കിൽ യേശു എനിക്ക് തന്നിരിക്കുന്ന ഈ കോട്ടും ധരിച്ചുകൊണ്ട് അവൻ ഇവിടെ നിന്നിരുന്നു എങ്കിൽ, നിങ്ങൾ രോഗിയായിരുന്നാൽ അവന് നിങ്ങളെ സൗഖ്യമാക്കാനാകില്ല. ഇല്ല, അവൻ മരിച്ചപ്പോൾ തന്നെ അവനത് മുന്നമേ ചെയ്തിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഇവിടെ എന്തിനു വേണ്ടിയായിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഒരു മനുഷ്യൻ, നമ്മൾ രണ്ടാളും ഏകദേശം സമപ്രായക്കാർ. നമ്മൾ ഈ പ്രസംഗവേദിയിൽ ആദ്യമായി കണ്ടുമുട്ടി ഇവിടെ നിൽക്കുന്നു. നിങ്ങളുടെ രോഗമോ അഥവാ നിങ്ങൾ എന്തു ചെയ്തെന്നോ അതല്ല, നിങ്ങളുടെ വിഘ്നം എന്താണെന്നോ നിങ്ങളുടെ ആശ എന്താണെന്നോ ദൈവത്തിനോട് വെളിപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? എന്തായിരുന്നു എന്ന് അവനോട് പറയാനാകുമെങ്കിൽ എന്താകാൻ പോകുന്നു എന്നും അവനോട് പറയാനാകും. നിങ്ങൾ വിശ്വസിക്കുന്നോ? ഞാൻ അധിക സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ വളരെ കഠിനമായി പ്രസംഗിച്ചിരിക്കുകയും നിങ്ങൾ സമയം, മാനസിക ക്ഷീണവും നിങ്ങൾക്ക് വാസ്തവമായി വിശ്രമം ആവശ്യമായിരിക്കുകയും ചെയ്യുന്നു. കാരണം അവൻ എനിക്ക് കാണിച്ചു തരുവോളം എനിക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയുകയില്ല. അതെ, അതിവിടെയാണ്. ആ വെളിച്ചം ആ മനുഷ്യന്മേൽ വന്നു. ശരി സാർ, ഇല്ല സാർ, നിങ്ങളിവിടെ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയല്ല. നിങ്ങളിവിടെ ആയിരിക്കുന്നത് മറ്റാർക്കു വേണ്ടിയിട്ടാണ്. അതൊരു മകളാണ്. ആ മകൾ താമസിക്കുന്നത് കാലിഫോർണിയയിലാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് അവൾക്കൊരു വാഹനാപകടമുണ്ടായി. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് നിങ്ങളിവിടെ നിൽക്കുന്നത്. കാരണം അവൾ അതിനാൽ സുഖമില്ലാതെ കിടക്കുകയാണ്. കേൾക്കൂ, ഞാൻ നിങ്ങളോട് ചിലത് പറയട്ടെ. ആ വാഹനാപകടം കാലിഫോർണിയ വെച്ചല്ലായിരുന്നു, അത് ഡെല്ലാസിലെ ടെക്സാസിൽ വെച്ചായിരുന്നു. അവിടെ വെച്ചാണ് വാഹനാപകടം ഉണ്ടായത്. അത് ശരിയല്ലേ? അവൾ സുഖം പ്രാപിക്കാൻ പോകുന്നു. അവൾ നടന്നു പോകുന്നത് ഞാൻ കാണുന്നു. മറന്നു പോകരുത്. ശരി, വിശ്വസിക്കൂ, പോകൂ. ഇപ്പോൾ വിശ്വസിക്കൂ സഹോദര. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിനക്ക് എങ്ങനെയുണ്ട് മകളെ? ഞാൻ നിനക്കൊരു അപരിചിതനാണ്. നാം ഒരാൾ മറ്റേയാളിനെ അറിയുന്നില്ല. നാം തീർത്തും അപരിചിതരാണ്. നീ യേശു ക്രിസ്തുവിനെ ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനെന്ന് വിശ്വസിക്കുന്നോ? നീ അവനെ വിശ്വസിക്കുന്നോ? ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെപ്പറ്റി എന്തെങ്കിലും എന്നോട് പറഞ്ഞാൽ അതെനിക്ക് അറിയില്ലെന്ന് നിനക്കറിയാം. അപ്പോൾ അതിനെ വിശ്വസിപ്പിക്കുമല്ലോ. അത് ചെയ്യില്ലേ? നിനക്ക് സങ്കീർണതകളുണ്ട്, നിനക്ക് അനേക കുഴപ്പങ്ങളുണ്ട്. എന്നാൽ നിന്റെ പ്രധാന കാര്യം എന്താണെന്നാൽ ഒരു മുഴയെ സംബന്ധിച്ച് നീ ഒരു ശസ്ത്രക്രിയ നേരിടാൻ പോകുന്നതാണ്. ആ മുഴ നിന്റെ വശത്തായിട്ടാണ്. അത് ശരിയാണ്. അതിനുവേണ്ടിയാണ് നീ ഇവിടെ പ്രാർത്ഥിക്കപ്പെടാൻ വന്നിരിക്കുന്നത്. നിന്റെ പേരെന്താണെന്ന് എനിക്ക് പറയാനായാൽ നീ എന്നെ അവന്റെ പ്രവാചകനായി വിശ്വസിക്കുമോ? അതല്ല അത് ശരിയാകുമെന്ന് വിശ്വസിക്കുമോ? കുമാരി ഹോൾമാൻ, നിന്റെ വഴിയിൽ ആനന്ദിച്ചു കൊണ്ടുപോയിക്കൊള്ളുക. കാണുന്നോ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ വിശ്വസിക്കുക, സംശയിക്കരുത്. How do you do, lady? Strangers to one another. You're younger than I, just a woman and a man. Just a moment. Everybody real reverent. Spirit of the Lord left you. നിനക്കെങ്ങനെയുണ്ട് മകളെ? അന്യോന്യം അപരിചിതരാണ്. നീ എന്നെക്കാൾ ചെറുപ്പം, ഒരു പുരുഷനും ഒരു സ്ത്രീയും. ഒരു നിമിഷം എല്ലാവരും വളരെ ആദരവോടായിരിക്കുക. കർത്താവിന്റെ ആത്മാവ് ഇവിടം വിട്ടുപോയി. കണ്ണട ധരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ മനുഷ്യൻ, ഒരാത്മീയ പ്രശ്നം നിങ്ങളുടെ മനസ്സിലുണ്ട്. എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളെല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ അതിൽ നിന്നും ശരിയായി പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്നു. അതെ സാർ, നിങ്ങളത് ചെയ്യുമോ? ശരി. ഇപ്പോൾ വളരെ ആദരവോടിരിക്കുക. ഇവിടെ ഒരു ചെറിയ മകള നേരെ ഇവിടെ തന്നെ ഇരിക്കുന്നു. അവൾ തന്റെ കൈകളുമായി അവൾ ഇപ്രകാരം നോക്കിക്കൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവൾക്കൊരു മോശമായ കൈയുണ്ട്. അതിനുവേണ്ടിയാണ് അവൾ പ്രാർത്ഥിക്കുന്നത്. നീ വിശ്വസിക്കുമെങ്കിൽ അതെ, ദൈവം അതിനെ നേരെയാക്കും. എനിക്ക് നിന്നെ അറിയില്ല, നിനക്ക് എന്നെയും അറിയില്ല. എന്നാൽ നീ എന്തിലോ തൊട്ടു. നീ തൊട്ട് തന്നെയല്ല, നീ എന്നിൽ നിന്നും 20 അടി അകലെയാണ്. യേശു ക്രിസ്തു നിന്നെ സുഖമാക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. That ain't the same Jesus, a high priest that can be touched by the feeling of our infirmities. Don't you believe that to be so?
അതേ മഹാപുരോഹിതനായ യേശു നമ്മുടെ ബലഹീനങ്ങൾ സഹതാപം കാണിപ്പാൻ കഴിയുന്നവൻ. അതങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? എന്നോട് ക്ഷമിക്കണം, അത് പോയിരുന്ന വഴിയിലൂടെ തന്നെ എനിക്ക് പോകേണ്ടി വന്നുപോയി. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ക്ഷീണിതനാകാൻ തുടങ്ങിയിരിക്കുന്നു. വെറുമൊരു, നിങ്ങൾക്കറിയാം, നമ്മുടെ കർത്താവ് ഒരു സ്ത്രീ അവന്റെ വസ്ത്രത്തിൽ ഒരു പ്രാവശ്യം തൊട്ടപ്പോൾ അവൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ. ഇവിടെ ഇരിക്കുന്ന ഈ നിറക്കാരി മഹിള പ്രാർത്ഥിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം, പിത്തകോശത്തിലെ കുഴപ്പം. മകളെ, വിശ്വസിക്കൂ, അത് നിങ്ങളെ വിട്ടുപോകും. ആമേൻ. I looked, there's a colored lady standing here. See, her faith drew it right away. ഞാൻ നോക്കിയപ്പോൾ ഇവിടെയായി ഒരു നിറക്കാരി മഹിള നിൽപ്പുണ്ടായിരുന്നു. നോക്കൂ, അവളുടെ വിശ്വാസം നേരെ അതിലേക്ക് വലിച്ചു. ആമേൻ. That lady right behind her with asthma, if you believe that God will make you well of that asthma, you can have it also, if you believe it. അവളുടെ നേരെ പിന്നിലിരിക്കുന്ന ആ മഹിളയ്ക്ക് ആസ്മയാണ്. ആസ്മരോഗത്തെ ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾക്കും കൂടെ അതുണ്ടാകും. നിങ്ങളത് വിശ്വസിക്കുമെങ്കിലാകുന്നു. You have a great desire in your heart. And that's a നിന്റെ ഹൃദയത്തിൽ നിനക്കൊരു വലിയ ആശയുണ്ട്. desire. അതൊരു ഉചിതമായ ആശയാണ്. നീ ഒരു കുഞ്ഞിനായി ആഗ്രഹിക്കുന്നു. അത് നിനക്കുണ്ടാകാത്തതിന്റെ കാരണമെന്തെന്നാൽ നിനക്കൊരു സ്ത്രീ സഹജമായ രോഗമുള്ളതിനാലാണ്. അത് സത്യമാണ്. ശരി, അത് നിനക്ക് ദൈവം നിനക്കത് തരുമെന്ന് നീ വിശ്വസിക്കുന്നു? നീ ആരാണെന്ന് കർത്താവായ യേശുവിനോട് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? ശ്രീമതി ലാംബർട്ട്, ഇപ്പോൾ നീ പോകുക, അത് വിശ്വസിക്കുക. അത് നിങ്ങളെ വിശ്വസിപ്പിക്കുമോ? ദൈവമേ, യേശു ക്രിസ്തുനാമത്തിൽ അത് അവൾക്ക് ലഭിക്കാനിടയാകട്ടെ. വിശ്വാസമുണ്ടായിരിക്കുക. സർ, നാം അന്യോന്യം അപരിചിതരാകുന്നു, എന്നാൽ ദൈവം നമ്മെ രണ്ടാളെയും അറിയുന്നു. നിങ്ങളുടെ വിഷമതകൾ എന്താണെന്ന് കർത്താവായ യേശു എനിക്ക് വെളിപ്പെടുത്തും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇവിടെ നിന്നല്ല, നിങ്ങൾ അരിസോണയിൽ നിന്നല്ല, നിങ്ങൾ പർവ്വത പ്രദേശത്ത് നിന്നാണ്, മിച്ചിഗൺ. അത് ശരിയാണ്. ശരി, നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദവും ശുദ്ധ രക്തവാഹിനി കട്ടിയായിരിക്കുകയും ചെയ്യുന്നു. കേൾവിക്കും പ്രയാസമുണ്ട്. അത് നിങ്ങളെ വിട്ടുപോകും. മിച്ചിഗണിലേക്ക് തിരികെ പോവുക. കർത്താവായ യേശു നിങ്ങളെ സുഖമാക്കുന്നു. Lady sitting out here praying for her father. ദൈവത്തിൽ വിശ്വാസം വയ്ക്കുക. ഇവിടെ ഇരിക്കുന്ന മഹിള അവളുടെ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് വിറവാദം പിടിപെട്ടിരിക്കുന്നു. കൂടാതെ ഞാൻ അവനെ ഇപ്പോൾ കാണുന്നു. അവൻ നിഴലിൻ കീഴിലാകുന്നു. അവൻ മരണത്തിന്റെ നിഴലിൽ മാത്രമല്ല, നിത്യമായി വേർപെട്ടു പോകാനും ഇരിക്കുന്നു. കാരണം അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അത് സത്യമാണ്. ദൈവം അവനെ രക്ഷിക്കുമെന്നും അവനെ സുഖമാക്കുമെന്നും നീ വിശ്വസിക്കുന്നു? നമ്മുടെ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിനെ തൊടാനുള്ള അത്രയും വിശ്വാസം നിനക്കുണ്ടെങ്കിൽ തീർച്ചയായും നിനക്കത് സ്വീകരിക്കാം. ഇപ്പോൾ നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? നിന്റെ അടുത്തിരിക്കുന്ന സ്ത്രീയുടെ മേൽ നിന്റെ കൈവയ്ക്കുക. അവൾ അവളുടെ സഹോദരനായി പ്രാർത്ഥിക്കുന്നു. അതെ, ആ സഹോദരൻ രോഗിയാണ്. മാത്രമല്ല, അവൻ മദ്യപാനിയുമാകുന്നു. അത് സത്യമാകുന്നു. വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവൻ മദ്യപിക്ക് നിർത്തും, സുഖമാകുകയും ചെയ്യും. നിങ്ങൾക്ക് വിശ്വസിക്കാനായാൽ സകലതും സാധ്യമാകുന്നു. The lady sitting here praying, right here in front of me, got her head down. I can tell you she's praying, Lord, let it be me. ഇവിടെ ഇരിക്കുന്ന മഹിള പ്രാർത്ഥിക്കുന്നു. ഇവിടെ നേരെ എന്റെ മുന്നിലായി അവളുടെ തല താഴ്ത്തി വച്ചിരിക്കുന്നു. അവൾ പ്രാർത്ഥിക്കുന്നത് എനിക്ക് നിങ്ങൾ പറയാനാകും, കർത്താവേ, അത് ഞാനായിരിക്കട്ടെ. The lady she's praying for a friend. ആ മഹിള പ്രാർത്ഥിക്കുന്നത് ഒരു സുഹൃത്തിനു വേണ്ടിയാണ്. ആ സുഹൃത്ത് ഇവിടെ ആശുപത്രിയിലാണ്. ക്യാൻസറിനാൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. അവൾക്കും കൂടെയുണ്ട്. അവൾ അത് വിട്ടുകളയാൻ പോകുന്നു. ശ്രീമതി കെല്ലി, നിങ്ങളുടെ കാലിൽ എഴുന്നേറ്റ് നിന്നുക. നിങ്ങളുടെ സൗഖ്യത്തെ യേശു ക്രിസ്തുനാമത്തിൽ സ്വീകരിച്ചു കൊള്ളുക. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല. ദൈവം ഹൃദയത്തിന് തകരാറിന് സുഖമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവൻ നിങ്ങളുടെ സുഖമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ശരി, എന്നാൽ നിനക്ക് നന്ദി പ്രിയ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കൊള്ളുക. രാവിലെ എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് വളരെ പ്രയാസം. നിങ്ങൾ ആ സന്ധി വീക്കവുമായി അത്രയേറെ കഷ്ടപ്പെടുന്നു. നിങ്ങൾ വിശ്വസിച്ചും കൊണ്ട് പോകുമെങ്കിൽ നാളെ ആ വിധത്തിൽ ഉണ്ടായിരിക്കില്ല. അതെ സാർ. ശരി സാർ, നിങ്ങൾക്ക് കാൽവരിയിൽ നിന്നും ഒരു രക്തസംഗമനത്തിന്റെ ആവശ്യമായിരിക്കുന്നു. അത് പ്രമേഹത്തെയും മറ്റെല്ലാത്തിനെയും സുഖമാക്കും. അവനത് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ശരി, നിങ്ങളുടെ മുഴു ഹൃദയത്തോടും കൂടെ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടേതും കൂടെ സുഖമാക്കും.
ഇവിടെ വരൂ. നിങ്ങൾക്ക് വികാര വിവശത, അതാണ് നിങ്ങളുടെ വിഷമതകളെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കൊരു പുണ്ണ് ബാധിച്ച കുടലുണ്ട്. ദൈവത്തിന് സൗഖ്യമാക്കാനാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഞാൻ ചിലത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു നിമിഷം എന്റെ വാച്ച് അഴിച്ചു മാറ്റട്ടെ. വികാര വിവശത അതൊരു കഠിനമായ കാര്യം. എന്നാൽ നിങ്ങൾക്കുള്ളത് ഒരു നല്ല പ്രാണനാണ്. ഞാൻ നിങ്ങളുടെ കയ്യിലും തൊട്ടോട്ടെ. ഞാൻ നിങ്ങളുടെ കൈകൾ തൊടാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ നോക്കണം. ഇപ്പോൾ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ കൈ എന്റെ മികടെ മേൽക്കുക. ഇപ്പോൾ നിങ്ങളത് കാണുന്നു. ആ കാര്യങ്ങൾ ഇതിനു കുറുകെ ഓടുന്നുണ്ട്. ചെറിയ വിറയലുകളെ പോലെയുള്ളത് അല്ലേ? അതാണ് ജീവനുള്ള കുടൽപുണ്ണ്. ഇപ്പോൾ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ കൈ എടുത്തു മാറ്റൂ. ഇപ്പോൾ അത് പഴയതുപോലെയായി. ഇപ്പോൾ ഞാൻ എന്റെ അതിന് മേൽ വയ്ക്കുന്നു. അതങ്ങനെ ചെയ്യുന്നില്ല, അത് ചെയ്യുന്നു. എന്നാൽ ഞാൻ എന്റെ കൈ നിങ്ങളുടെ മേൽ വീണ്ടും വയ്ക്കുന്നു. അവിടെ അത് വീണ്ടുമുണ്ട്. കാണുന്നു? ഇപ്പോൾ അവിടെ എന്തോ ഒരു പ്രതീകാത്മകമായിരിക്കുന്നു. അതിനെ നിങ്ങൾക്ക് വാസ്തവമായി നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ കാണാനാകുന്നു. അത് ശരിയല്ലേ? അത് സത്യമെന്ന് ശ്രോതാക്കൾ കാണാനായി നിങ്ങൾ നിങ്ങളുടെ കൈ ഉയർത്തിക്കാട്ടു. ശ്രോതാക്കൾ അത് കാണേണ്ടതിന് ഇവിടെ നിങ്ങളുടെ കൈ ഇവിടെ വെച്ചാലും. ഇപ്പോൾ മകളെ, നിങ്ങളുടെ കൈ എടുത്തു മാറ്റൂ. ഇപ്പോൾ നിങ്ങളുടെ കൈ അവിടെ പിന്നിലായി വെച്ചാലും അതൊരു ജീവനുള്ള കുടൽപുണ്ണാകുന്നു. അതൊരു സംയുക്ത കോശമാണ്. എന്തോ ചില തിന്നുന്ന സംയുക്ത കോശം. അതുണ്ടായി വ്യാപരിക്കുന്നത് വികാര വിവശത മൂലമാണ്. നിങ്ങൾക്ക് സ്ത്രീ സഹജമായ ഒരു കുഴപ്പവും കൂടെയുണ്ട്. ശരി. ഇപ്പോൾ ഇത് നിങ്ങൾ മുൻകൈ എടുക്കുമ്പോഴാണ്. അതിനാൽ ഇപ്പോൾ തന്നെ ഈ മകളയ്ക്ക് അറിയാനാകുന്നുണ്ട്. ഇപ്പോൾ ശ്രോതാക്കൾ തല താഴ്ത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് ഒരാളിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ യേശു പറഞ്ഞു, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു കുടൽപുണ്ണിന്റെ ആവശ്യമില്ലെങ്കിൽ നിങ്ങളുടെ തല താഴ്ത്തി വെച്ച് പ്രാർത്ഥിക്കൂ. കാണുന്നു? ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കാണ് കുടൽപുണ്ണ് ബാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എന്റെ കൈ ചലിപ്പിക്കുന്നോ ഇല്ലയോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. സ്വർഗീയ പിതാവേ, ഈ സ്ത്രീയെ സൗഖ്യമാക്കേണ്ടതിന് അവിടുത്തെ കൃപയും ദയയും ഈ സ്ത്രീയുടെ മേൽ ഉണ്ടാകാനിടവരട്ടെ. അവൾ എന്റെ കൈ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പിതാവേ, എന്തെങ്കിലും മാറ്റമുണ്ടാകുന്നോ എന്നറിയാനായി അവൾ എന്റെ കൈ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, വികാര വ്യവസ്ഥയായിരിക്കുന്നതിനാൽ അവളുടെ വിശ്വാസം, ദൈവമേ, നീ അവളെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവളെ സഹായിക്കണമേ. ഇപ്പോൾ മകളെ, ഞാൻ ഇതുവരെയും എന്റെ കണ്ണുകൾ തുറന്നിട്ടില്ല. എന്നാൽ എന്റെ കൈ എപ്രകാരമായിരുന്നുവോ അപ്രകാരം തന്നെ ആയിരിക്കുന്നു എന്ന് മകളെ അറിയുന്നു. അത് ശരിയല്ലേ മകളെ? ഇപ്പോൾ വളരെ നന്നായി ശ്രദ്ധിക്കൂ. അങ്ങനെ ഇതൊരു പ്രകടനം നടത്താൻ വേണ്ടിയല്ല ചെയ്യുന്നത്. യേശു തന്റെ വാക്കിനെ കാക്കുന്നു എന്ന് പ്രസിദ്ധമാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ അവൻ പറഞ്ഞു, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഇപ്പോൾ ഞാൻ എന്റെ കൈ വളരെ ദൃഢമായി പിടിക്കാൻ പോവുകയാണ്. ഞാൻ എന്റെ കൈ പിടിച്ചിരുന്ന വിധത്തിലല്ല പിടിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചുകൊള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, അതപ്പോഴും അവിടെയുണ്ട്. നോക്കൂ, അതെങ്ങനെയാണ് വീർത്തു വരുന്നത്. ഓരോ സമയത്ത് മോശമായി വരുന്നു. കാരണം ഞാൻ പിടിച്ചിരിക്കുകയാണ്. എന്റെ കൈമുട്ട് വരെ എന്നെ മുഴുവൻ കൈ മരവിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അതിനെ ഒരു നിമിഷം ശ്രദ്ധിച്ചുകൊള്ളുക. കർത്താവായ യേശുവേ, ഒരു പ്രകടനത്തിന് വേണ്ടിയല്ല നാം അത് ചെയ്തുകൂടാ. എന്നാൽ നിന്റെ വചനം നിറവേറാനായിട്ടാകുന്നു. നീ ദൈവമായിരുന്നു എന്ന് കാണിക്കാനായി നീ ഒരിക്കലും ജനങ്ങളെ സൗഖ്യപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അത് വചനത്തെ നിറവേറ്റുന്നതായിരുന്നു. മാത്രമല്ല, അതേ വിധത്തിൽ ഞാനും, പിതാവേ, ഇന്ന് രാത്രിയിൽ ഞാൻ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ നല്ല സ്ത്രീക്ക് ഈ പിശാചിൽ നിന്നും സുഖം പ്രാപിക്കും എന്നുള്ള എന്റെ വിശ്വാസത്താൽ വിശ്വസിക്കുന്നതാകുന്നു. സകല രോഗത്തിന്റെ മേലും ജയോത്സവമാടിയ അതവന്റെ കാൽ കീഴിലാകുന്നു. യേശു ക്രിസ്തു നാമത്തിൽ സാത്താനെ, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, അവന്റെ ദാസനായി ഞാൻ ഈ മുൻകൈയെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ സ്ത്രീയെ വിട്ട് അവളിൽ നിന്നും പുറത്തു വരിക. ഇപ്പോൾ ഞാൻ എന്റെ കൈ ചലിപ്പിച്ചിട്ടില്ല. മകളെ അതിന് സാക്ഷിയാണ്. എന്തോ ഒന്ന് എന്റെ കൈക്ക് സംഭവിച്ചു. അങ്ങനെ ആകുന്നില്ലേ? അത് ശരിയാണെങ്കിൽ പറയൂ ആമേൻ. അത് പോയി. അത് അങ്ങനെയല്ലേ? നിങ്ങൾ സുഖം പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവിടെയാണവൾ. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഞാൻ എന്റെ മേലെ വെക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കൈവയ്ക്കൂ. ഒരുപോലെ തന്നെ നിങ്ങൾ സുഖം പ്രാപിച്ചിരിക്കുന്നു. പോകൂ, പോയി നിങ്ങൾ താഴെ കഴിക്കൂ. യേശു ക്രിസ്തു നിങ്ങളെ സുഖമാക്കിയിരിക്കുന്നു. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. അതെ സഹോദരി, നിങ്ങൾ വിശ്വസിക്കുന്നോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആസ്മയുടെ അവസ്ഥയെ നിങ്ങൾ ദൂരമാക്കി നിങ്ങളെ ദൈവത്തിന് സുഖമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശരി, നന്ദി കർത്താവായ യേശുവേ, ഞാൻ എന്റെ മുഴു ഹൃദയത്തോടുകൂടെ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വഴിക്ക് പോയിക്കൊള്ളുക. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് സാർ? വികാര വിവശതയിൽ ഒരു അടവുണ്ടായിട്ട് ഹൃദയം നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അമർത്തുന്നു, ഇരട്ടി അമർത്തുന്നു. ഒരെണ്ണം, രണ്ടെണ്ണം ഒരു വശത്തും മറ്റൊരെണ്ണം മറ്റേ വശത്തും. ശരി സാർ, അതിപ്പോൾ നിൽക്കും. പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ സുഖമാക്കും സാർ. നിങ്ങളുടെ മുഴു ഹൃദയത്തോടും കൂടെ വിശ്വസിച്ചു കൊണ്ടുപോകൂ. ശരി, വളരെ മോശമായ മറ്റൊരാമാശയം. യേശു നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവായ യേശുവേ, നിനക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് പോകൂ. അത് വിശ്വസിക്കുക. താങ്കൾ ആരാണെന്ന് പറയാനാകുമെങ്കിൽ
അവന് താങ്കളെ തീർച്ചയായും സുഖമാക്കാനും കഴിയും. അവിടെ കസറിലിരിക്കുന്ന നിങ്ങളോട് ഞാൻ ഒരു വാക്ക് പോലും പറയാതെ നിങ്ങളുടെ മേൽ കൈകളെ മാത്രം വെച്ചാൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിക്കുമോ? കർത്താവെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ പോവുക. അതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. വരൂ. അന്ന് അവിടെ ഇരിക്കുമ്പോഴുണ്ടായ പുറം വേദന ദൈവം സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ശരി, കർത്താവെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പോകാം. നിങ്ങളുടെ മുഴു ഹൃദയത്തോടും കൂടെ വിശ്വസിക്കുക. വിശ്വസിച്ചുകൊണ്ട് പോകുക. സർ, ദൈവം നിങ്ങളെ സൗഖ്യമാക്കിയില്ലായിരുന്നു എങ്കിൽ ഒരു ദിവസം സന്ധിവാദത്താൽ നിങ്ങൾ ഇങ്ങനെ ഒരു വടിയുമായി നടക്കുമായിരുന്നു. ഇപ്പോൾ തന്നെ അവനെ സ്വീകരിക്കാത്ത എന്തുകൊണ്ടാണ്? നിങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വഴിക്ക് പോവുക. ആ കാര്യത്തെ ശക്തിയെ ചവിട്ടിക്കൊണ്ട് ആനന്ദത്തോടെ ശരിക്കും നിങ്ങളുടെ വഴിക്ക് പോയിക്കൊള്ളുക. യേശു നിങ്ങളുടെ പിൻവശം സൗഖ്യപ്പെടുത്തി സുഖമാക്കിയിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നു. ശരി, പ്രിയ ദൈവമേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കൊള്ളുക. മകളെ എവിടേക്ക് വരൂ. ഇപ്പോൾ നിങ്ങൾ പേടിക്കുന്നതിനാണ്, നിങ്ങൾ ഭയപ്പെടുന്നതുകൊണ്ടെന്നാൽ ഇത് നിങ്ങളുടെ ആർത്തവത്തിന്റെ സമയമായതിനാലാണ്. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്കറിയാം. ഒരു മകളിലേക്കുള്ള മാറ്റം. എല്ലാമായിട്ട് നന്നേ സന്ധ്യാസമയമാകുമ്പോഴേക്കും നിങ്ങൾ വിഷമിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ അത്രയേറെ ക്ഷീണിച്ചു പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലികൾ തന്നെ ചെയ്യാനാകുന്നില്ല. അത് ശരിയല്ലേ? ശരി, അതിപ്പോൾ ശരിയായിരിക്കുന്നു. പോകൂ. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ സുഖമാക്കിയിരിക്കുന്നു. മറ്റൊരു വിവശത. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുടനീളം വിവശതയിലായിരുന്നു. നിങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ വിവശത കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ചുറ്റിനും പോകുമ്പോൾ ഒന്നും ശരിയല്ലാതിരിക്കുന്നത് പോലെ തോന്നിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ എന്തോ പിടിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ തോന്നുന്നു. നിങ്ങളെല്ലായ്പ്പോഴും അടിച്ചമർത്തപ്പെടുന്നു. അത് ശരിയല്ലേ? ഇപ്പോൾ തന്നെ നിങ്ങൾ എന്നെ ദൈവത്തിന്റെ പ്രവാചകനായി വിശ്വസിക്കുമെങ്കിൽ ഇനിയും അതുണ്ടായിരിക്കില്ല. പോകൂ, വിശ്വസിക്കൂ. ഇവിടെ ഇരിക്കുന്നവരിൽ മുഴു ഹൃദയത്തോടും വിശ്വസിക്കുന്നവരായി എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈ മറ്റൊരാളിന്റെ മേൽ വെച്ചാലും നസ്രേയനായ യേശുക്രിസ്തു നാമത്തിൽ ഇവിടെയുള്ള പുരുഷന്മാരും സ്ത്രീകളും അവരുടെ കൈ മറ്റൊരാളിന്റെ മേൽ വെക്കാൻ ഞാൻ ആജ്ഞാപിക്കുന്നു. ദൈവത്തിന്റെ വചനം അതിന്റെ ഒരു ഭാഗം ശരിയാണ് എങ്കിൽ അതിന്റെ മുഴുവനും ശരിയാകുന്നു. യേശുക്രിസ്തു പറഞ്ഞു, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ദൈവത്തിന്റെ വചനം ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിഭജിക്കുന്നു. യേശു പറഞ്ഞു, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസിയും അതിന് ആമേൻ പറയൂ. അപ്പോൾ നിങ്ങൾ വിശ്വാസികളാകുന്നു. നിങ്ങളുടെ ആളിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ കൈ ആരുടെ മേൽ വെച്ചിരിക്കുന്നുവോ അവർക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുക. അയാൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ രോഗികളായ വ്യക്തികളും സൗഖ്യം പ്രാപിക്കാനായി ശത്രുവിനെ തോൽപ്പിക്കാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ജീവന്റെ രചയിതാവേ, സകല നല്ല ദാനങ്ങളുടെയും ദാതാവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഈ ജനങ്ങളുടെ മേൽ ചൊരിയണമേ. സാത്താനെ, നീ യുദ്ധം തോറ്റിരിക്കുന്നു. യേശുക്രിസ്തു ഇവിടെയാകുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ക്രിസ്ത്യാനികൾ അവരുടെ കൈകളെ അന്യോന്യം വെച്ചിരിക്കുന്നു. അവർ വിശ്വാസത്തിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. നീ പറഞ്ഞു വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ ഓരോരുത്തരും ആമേൻ പറഞ്ഞിരിക്കുന്നു. അവർ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്ന് നീ പറഞ്ഞപ്പോൾ അവർ അതിനെ അവരുടെ ഹൃദയത്തിൽ ഊന്നി പറഞ്ഞു. അവരുടെ കൈ അവർ മറ്റേയാളിന്റെ മേൽ വെച്ചിരിക്കുന്നു. സാത്താനെ, നീ തോറ്റിരിക്കുന്നു. യേശുക്രിസ്തു നാമത്തിൽ നീ അവരിൽ നിന്നും പുറത്തു വരിക. യേശുക്രിസ്തു നാമത്തിൽ നീ ഈ സ്ഥലത്തെയും കെട്ടിടത്തെയും വിട്ട് പുറത്തു പോകുക. ഓരോ പുരുഷനും സ്ത്രീയും നിങ്ങളുടെ മേലൊരു വിശ്വാസിയുടെ കൈയാണുള്ളതെന്ന് നിങ്ങൾ വിശ്വസിക്കുക. വിശ്വാസത്താലുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കപ്പെട്ടിരിക്കുകയും നിങ്ങളുടെ രോഗത്തെ നിങ്ങൾ മറക്കാൻ തയ്യാറായി അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ മറന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ വചനം കടന്നു പോകാനായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ കാൽ എഴുന്നേറ്റുന്ന യേശുക്രിസ്തു നാമത്തിൽ നിങ്ങളുടെ സൗഖ്യം സ്വീകരിക്കുക. ആമേൻ, ആമേൻ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൈ ഉയർത്തി അവന് മഹത്വം കൊടുക്കുവാൻ, കാരണം സകലതും കഴിഞ്ഞിരിക്കുന്നു.